നമസ്കാരം. പ്രൊലാബ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഓപ്പറേഷൻ ലാബിലെ ഫസ്റ്റ് എക്സ്പെരിമെൻ്റ് ആണ് നമ്മൾ പരിശോധിക്കുന്നത്. ഇതാണ് 2019 സ്കീമിലെ ഓപ്പറേഷണൽ ലാബിൻ്റെ K2ൻ്റെ ഡീറ്റെയിൽഡ് സിലബസ്. ഇതിൽ മൊത്തം 13 എക്സ്പെരിമെൻറ്റുകളാണ് നമുക്ക് ചെയ്യാനുള്ളത്. അതിൽ സിലബസിൽ നോക്കിക്കഴിഞ്ഞാൽ ചില എക്സ്പെരിമെൻറ്റുകളുടെ എല്ലാം എൻഡിൽ സ്റ്റാർ മാർക്ക് കൊടുത്തിട്ടുണ്ട്. ഈ സ്റ്റാർ മാർക്ക് കൊടുത്തിരിക്കുന്ന എക്സ്പെരിമെൻറ്റുകൾ മാൻഡേറ്ററി ആണ്. അതായത് ആ എക്സ്പെരിമെൻറ്റുകൾ കുട്ടികൾ മസ്റ്റായിട്ട് ചെയ്തിരിക്കണം. അത് നന്നായിട്ട് പഠിച്ചിരിക്കണം. അത് എക്സാമിന് ഉറപ്പായിട്ടും ചോദിക്കുന്ന എക്സ്പെരിമെൻറ്റുകളാണ്. മറ്റ് എക്സ്പെരിമെൻറ്റുകളിൽ നിന്നും എക്സാമിന് ക്വസ്റ്റ്യൻസ് വരാം. പക്ഷേ മാൻഡേറ്ററി ആയിട്ടുള്ള എക്സ്പെരിമെൻറ്റ് മസ്റ്റായിട്ടും നമ്മൾ പഠിച്ചിരിക്കണം, ചെയ്തിരിക്കണം. ഇതിൽ ആദ്യത്തെ എക്സ്പെരിമെൻ്റായ ബേസിക് ലിനക്സ് കമാൻഡാണ് നമ്മളിന്ന് പരിശോധിക്കുന്നത്. ലിനക്സ് കമാൻഡ് ധാരാളമുണ്ട്. ഈ ലാബ് ചെയ്യുന്നതിലേക്കായിട്ടുള്ള കുറച്ച് ലിനക്സ് കമാൻഡുകളാണ് നമ്മളിവിടെ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇത് ലിനക്സിൻ്റെ ഉബുണ്ടുവിൻ്റെ ഒരു ടെർമിനലാണ്. ഈ ടെർമിനലിലാണ് നമ്മൾ കമാൻഡുകൾ എൻ്റർ ചെയ്യുന്നത്. അതിൻ്റെ റിസൾട്ട് താഴെ വരുന്നത്. ഇതിൽ ആദ്യത്തെ കമാൻഡായ മാൻ. ഈ കമാൻഡ് എല്ലാ കമാൻഡുകളുടെയും അതുപോലെ C ലൈബ്രറി ഫങ്ഷൻസുകളുടെയും മാനുവൽ കാണാൻ വേണ്ടിയുള്ള ഒരു കമാൻഡാണ് മാനുവൽ. അതായത് കമാൻഡിൻ്റെ സിൻടാക്സ്, പാരാമീറ്റേഴ്സ്, ഓപ്ഷൻസ് എന്നിവ അറിയാൻ സാധിക്കും. അതുപോലെ സിയുടെ ലൈബ്രറി ഫങ്ഷൻസ് സിൻടാക്സ്, അതിൻ്റെ പ്രോട്ടോടൈപ്പ്, ആർഗ്യുമെൻ്റ് എന്തൊക്കെയാണ് പാസ് ചെയ്യേണ്ടത്, റിട്ടേൺ വാല്യൂ ഉണ്ടോ, ഉണ്ടെങ്കിൽ അതിൻ്റെ ടൈപ്പ്, പിന്നെ ആ ലൈബ്രറി ഫങ്ഷൻ ഏത് ഹെഡർ ഫയലിലാണ് ഉള്ളത് എന്നിവയൊക്കെ ഈ മാൻ കമാൻഡ് വഴി നമുക്ക് അറിയാൻ സാധിക്കും. അതിൻ്റെ ഒരു സിൻടാക്സ് ഇതാണ്. നമ്മൾ കമാൻഡ് ടെർമിനലിൽ മാൻ, ദെൻ ഏത് കമാൻഡിൻ്റെ മാനുവലാണോ അറിയേണ്ടത് ആ കമാൻഡ്, അല്ലെങ്കിൽ ഏത് ലൈബ്രറി ഫങ്ഷൻ്റെ മാനുവലാണ് അറിയേണ്ടത്. മാനുവൽ എന്ന് പറഞ്ഞാൽ ഒരു ഹെൽപ്പാണ് അറിയേണ്ടത്. അത് ആണ് നമ്മളിവിടെ മാൻ കമാൻഡിൻ്റെ കൂടെ പാരാമീറ്റർ ആയിട്ട് പാസ് ചെയ്യേണ്ടത്. ഇതാണ് അതിൻ്റെ സിൻടാക്സ്. ഈ കമാൻഡ് നമുക്കൊന്ന് ഡെമോ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു ls എന്ന് പറഞ്ഞൊരു കമാൻഡ് ഇവിടെ ഉണ്ട്. ഈ കമാൻഡിൻ്റെ മാനുവൽ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ മാൻ ls. ഇതാണ് മാനുവൽ. ലിനക്സിൽ നമുക്ക് ഇതുപോലെ മാനുവൽ ലഭിക്കും. ഈ മാനുവലിൽ വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ കമാൻഡ് എന്താണെന്ന് ലിസ്റ്റ് ഡയറക്ടറി കണ്ടൻസ്, ഇതാണ് ആ കമാൻഡ്. ഈ കമാൻഡിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ കാണാം. ഇത് അതിനകത്തുള്ള ഹൈഫൺ ഇട്ട് എഴുതിയിരിക്കുന്നതെല്ലാം എൻ്റെ ഓപ്ഷൻസ് ആണ്. അത് നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. ഈ കമാൻഡ് ls എന്ന് പറഞ്ഞ കമാൻഡ് എന്താണെന്ന്, അതിൻ്റെ ഡീറ്റെയിൽസ് എന്താണെന്ന്, അതെങ്ങനെയാണ് കൊടുക്കേണ്ടതെന്നുള്ള ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഈ മാനുവലിലൂടെ നമ്മൾ കാണുന്നത്. ഈ മാനുവലിൽ എത്തിക്കഴിഞ്ഞാൽ ഈ മാനുവലിൽ നിന്ന് പുറത്തിറങ്ങാൻ വേണ്ടി കീബോർഡിലെ Q എന്ന് പറയുന്ന കീ നമ്മൾ പ്രസ് ചെയ്താൽ മതി. അപ്പോൾ തന്നെ മാനുവലിൽ നിന്ന് പുറത്തു പോകുന്നതാണ്. ഇനി ഇതും കമാൻഡാണ്. ഇനി ഒരു ലൈബ്രറി ഫംഗ്ഷൻ നമുക്ക് പരിശോധിക്കാം. മാൻ sqrt എന്ന് പറഞ്ഞൊരു ലൈബ്രറി ഫംഗ്ഷൻ നമുക്ക് സിയിലുണ്ട്. ആ ഫംഗ്ഷൻ നമുക്ക് എന്താണെന്ന് അറിയണമെങ്കിൽ നമ്മൾ ഈ മാനുവൽ കൊടുത്തു കഴിഞ്ഞാൽ അറിയാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ sqrt എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എന്താണെന്നും ആ ഫംഗ്ഷൻ ഏത് ഹെഡർ ഫയലിലാണ് കിടക്കുന്നതെന്നും, കാരണം നമുക്ക് ഒരു ലൈബ്രറി ഫംഗ്ഷൻ ഇട്ടിട്ട് അത് ഏത് ഹെഡറാണെന്ന് നമുക്ക് അറിയത്തില്ല എങ്കിൽ ആ ഹെഡർ ഫയൽ അറിയാൻ വേണ്ടിയിട്ട് അതിൻ്റെ മാനുവൽ എടുത്തു കഴിഞ്ഞാൽ ആ ഹെഡർ ഫയൽ ഏതാണെന്ന് നമുക്ക് അറിയാൻ പറ്റും. പിന്നെ അതിൻ്റെ റിട്ടേൺ ടൈപ്പ്, അതിനകത്ത് പാസ് ചെയ്യുന്ന പാരാമീറ്റർ എന്ത് ടൈപ്പാണ്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് മുഴുവൻ നമുക്ക് ഈ മാനുവൽ വഴി അറിയാൻ സാധിക്കും. ഇതാണ് മാൻ എന്ന് പറയുന്ന കമാൻഡ്. അടുത്ത കമാൻഡ് PWD ആണ്. PWD എന്ന് പറഞ്ഞാൽ പ്രസൻറ്റ് വർക്കിംഗ് ഡയറക്ടറി എന്ന് പറയുന്ന ടേമിൻ്റെ ഷോർട്ടാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നിൽക്കുന്ന ഈ ടെർമിനലിൻ്റെ എക്സാക്റ്റ് ലൊക്കേഷൻ എവിടെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് PWD എന്ന കമാൻഡ് ഉപയോഗിക്കുന്നത്. എക്സാക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ നമ്മളൊരു വീടിനുള്ളിൽ ഒരു കബോർഡിൻ്റെ ഡ്രോയ്ക്കുള്ളിൽ ഇരിക്കുന്ന ഒരു ഫയൽ ആണെന്ന് സങ്കല്പിക്കുക. അപ്പോൾ ഇതെവിടെയാണ് ഇരിക്കുന്നതെന്ന് അറിയണം. നമ്മളിപ്പോൾ അത് എടുക്കണമെങ്കിൽ നമ്മൾ ആ വീടിനുള്ളിൽ കയറണം. ആ വീടിനുള്ളിൽ റൂം ഉണ്ടാവും. ആ റൂമിനുള്ളിൽ കയറണം. റൂമിനുള്ളിൽ ഒരു കബോർഡ് ഉണ്ടാവും. ആ കബോർഡ് ഓപ്പൺ ചെയ്യണം. കബോർഡിനുള്ളിൽ ഒരു ഡ്രോ ഉണ്ടാവും. ആ ഡ്രോ ഓപ്പൺ ചെയ്യണം. ആ ഡ്രോയ്ക്കുള്ളിലാണ് ഈ ഫയൽ ഇരിക്കുന്നത്. അപ്പോൾ ഇത്രയും
അകത്തേക്ക് കയറുമ്പോഴാണ് നമുക്ക് ഈ എക്സാക്റ്റ് ഫയൽ ഇരിക്കുന്നത് എവിടെയാണെന്ന് അറിയുന്നത്. അപ്പോൾ ഈ ഫയലിൽ ഇരിക്കുന്ന എക്സാക്റ്റ് ലൊക്കേഷന് നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ ടേമിൽ പറയുമ്പോൾ പാത്ത് എന്നാണ് പറയുന്നത്. അതായത് വീടിനുള്ളിലെ റൂമിനുള്ളിലെ കബോർഡിനുള്ളിലെ ഡ്രോയ്ക്കുള്ളിൽ ഫയൽ. അപ്പം ഈ ഫയൽ എന്ന് പറയുന്നത് ആണ് നമുക്ക് കണ്ടെത്തേണ്ട ഒരു ഒരു എൻറ്റിറ്റി. ആ എൻറ്റിറ്റിയുടെ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത് അതിൻ്റെ പാത്താണ്. ഈ പാത്ത് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ PWD എന്ന് പറയുന്ന കമാൻഡ് ഉപയോഗിക്കുന്നത്. ഇപ്പം നമ്മൾ ലിനക്സിൽ ഒരു ടെർമിനൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എവിടെയോ നിൽക്കുകയാണ്. ആ നിൽക്കുന്ന ലൊക്കേഷൻ എവിടെന്ന് അറിയണമെങ്കിൽ നമ്മൾ ഈ PWD എന്ന് പറയുന്ന കമാൻഡ് നമ്മൾ ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്യുമ്പോൾ ദൈവം തൊട്ട് താഴെയായിട്ട് കാണിക്കും. അതാണ് ഇതിൻ്റെ ലൊക്കേഷൻ. നമ്മൾ എല്ലാ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലും ഫയൽ സിസ്റ്റം എന്ന് പറയുന്നത് ഫോൾഡേഴ്സ് ആൻഡ് ഫയൽസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഒരു ഫോൾഡറിനുള്ളിൽ പിന്നെ വേണമെങ്കിൽ ഫോൾഡർ, ആ ഫോൾഡറിനുള്ളിൽ ഫോൾഡർ, ഇങ്ങനെ ഫോൾഡറുകൾ വെച്ചിട്ട് അതിനുള്ളിലാണ് നമ്മളൊരു ഫയൽ കീപ്പ് ചെയ്യുന്നത്. ആ ഏതെല്ലാം ഫോൾഡറിനുള്ളിലാണോ ഇരിക്കുന്നത് ആ ഫോൾഡറിൻ്റെ ഫുൾ ലൊക്കേഷനാണ് നമ്മൾ ഈ പാത്ത് എന്ന് പറയുന്നത്. ആ പാത്ത് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ PWD എന്നുള്ള കമാൻഡ് കൊടുക്കുന്നത്. അത് സിൻടാക്സ് ഒന്നുമില്ല. അത് നമ്മൾ നിൽക്കുന്ന ടെർമിനലിൽ നിൽക്കുക, അത് PWD എന്ന് അടിക്കുക. അപ്പോഴാണ് അതിൻ്റെ കറക്റ്റ് പാത്ത് നമുക്ക് ലഭിക്കും. അടുത്ത കമാൻഡ് LS ആണ്. LS എന്ന് പറഞ്ഞാൽ ലിസ്റ്റ് ദ കണ്ടന്റ് ഓഫ് എ ഡയറക്ടറി. ഒരു ഡയറക്ടറിയുടെ കണ്ടന്റ് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കമാൻഡാണ് LS. അപ്പം ഡയറക്ടറി ഏതെന്ന് പറഞ്ഞാൽ നമ്മൾ നിൽക്കുന്ന ഡയറക്ടറി, അതാണ് PWD എന്ന് കൊടുക്കുന്ന കമാൻഡ് കൊണ്ട് നമുക്ക് കിട്ടുന്നത്. അപ്പം ഇതാണ് നമ്മുടെ ഇപ്പം ഈ ടെർമിനലിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ റൂട്ടിലാണ് ഈ ഡയറക്ടറി. അപ്പോൾ ഇതിനകത്തുള്ള ഫയൽസ് അല്ലെങ്കിൽ ഇതിനകത്തുള്ള ഫയൽസും ഫോൾഡേഴ്സും ഏതൊക്കെയാണ് എന്ന് കാണാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കമാൻഡാണ് LS എന്ന് പറഞ്ഞ കമാൻഡ്. അതിൻ്റെ സിൻടാക്സ് LS എന്ന് കൊടുത്താൽ മതി, അല്ലെങ്കിൽ LS വിത്ത് ഓപ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് ഇവിടെ കൊടുക്കുന്ന ഹൈഫൺ ഇട്ട് കൊടുക്കുന്ന ഓരോ ആൽഫബറ്റ്സ് അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ആൽഫബറ്റ്സ്. അത് ആ കമാൻഡിൻ്റെ മാനുവലിൽ ഉണ്ടാവും. ഇത്രയൊന്നുമല്ല, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ 1-2 ഓപ്ഷൻസ് ആണ് ഞാനിവിടെ പറയുന്നത്. അപ്പം നമ്മൾ വെറുതെ LS എന്നുള്ള കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഫോൾഡറിനകത്ത് ഉള്ള ഫയലും ഫോൾഡേഴ്സും ഏതൊക്കെയാണെന്നുള്ള ഒരു ലിസ്റ്റാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതാണ് അതിനകത്തുള്ള കണ്ടന്റ്. ഇതാണ് LS എന്നുള്ള കമാൻഡ്. ഇനി ഇതിനകത്തുള്ള LS കമാൻഡിൻ്റെ ഫസ്റ്റ് ഓപ്ഷൻ -R. -R എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് ലിസ്റ്റ് ചെയ്യുന്നത് ആ ഫോൾഡറിനകത്തുള്ള കണ്ടന്റും അതിൻ്റെ സബ് ഡയറക്ടറി, അതായത് സബ് ഫോൾഡേഴ്സിനകത്തുള്ള ഏതെല്ലാം ഫോൾഡേഴ്സ് ഒരു ഫോൾഡറിനകത്തുണ്ടോ അതിനുള്ളിൽ വേറെ ഫോൾഡർ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒത്ത് ഏതൊക്കെ ഫോൾഡറിനകത്തുണ്ടോ കണ്ടന്റ് ഉണ്ടോ ആ കണ്ടന്റുകൾ മൊത്തം നമുക്ക് ഇതിനകത്ത് ലിസ്റ്റ് ചെയ്ത് വരും. ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് LS എന്നുള്ള കമാൻഡ്. LS -R കൊടുത്തു കഴിഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ ഔട്ട്പുട്ട്. ഇത് നമ്മൾ മേളിലേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയാണ് നമ്മൾ ഈ കമാൻഡ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഫുൾ ഔട്ട്പുട്ടാണ് ഈ താഴേക്ക് വരുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ LS -R കൊടുത്തു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ കൊടുത്തിരിക്കുന്ന നമ്മളെ ഈ റൂട്ട് എന്ന് പറയുന്ന ഫോൾഡറിനകത്തിരിക്കുന്ന ഫയലുകളുടെ കണ്ടന്റാണ് ആദ്യം വന്നത്. അത് കഴിഞ്ഞിട്ട് അതിനകത്തുള്ള ആദ്യത്തെ ഫോൾഡർ, ഇതൊരു ബ്ലൂ കളറിലിരിക്കുന്നതെല്ലാം ഫോൾഡറും വൈറ്റ് കളറിലിരിക്കുന്നതെല്ലാം ഫയല്, ഗ്രീൻ കളറിലിരിക്കുന്നത് എക്സിക്യൂട്ടബിൾ ഫയൽസുമാണ്. അപ്പോൾ ഈ ബ്ലൂ കളറിലിരിക്കുന്നതെല്ലാം ഫോൾഡറുകളാണ്. അപ്പോൾ ഈ നമ്മൾ നിൽക്കുന്ന വർക്കിംഗ് ഡയറക്ടറിയുടെ ഫോൾഡർ കൂടാതെ അതിനകത്ത് ഉള്ള സബ് ഫോൾഡേഴ്സിനുള്ളിൽ ഉള്ള ഫയലുകൾ നമുക്ക് ഇതുവഴി കാണാൻ പറ്റും. അപ്പോൾ ഇത് നമ്മുടെ റൂട്ടിനകത്തുള്ള ഫയല്. അത് കഴിഞ്ഞ് ഇതിനകത്തുള്ള ആദ്യത്തെ ഫോൾഡറാണ് DSA. ഈ DSA എന്ന് പറയുന്ന ഫോൾഡറിനകത്തുള്ള കണ്ടന്റാണ് ഈ തൊട്ട് താഴെ കാണിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ് അടുത്തിരിക്കുന്ന ഒരു ഫോൾഡറാണ് ലക്സ്. അതാണ് അതിനടുത്ത് താഴെ കാണിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ് അടുത്തതാണ് OS ലാബ് എന്നുള്ള ഫോൾഡർ. അതിൻ്റെ കണ്ടന്റാണ് ഈ വന്നിരിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ OS ലാബിനകത്തുള്ളിൽ ഉള്ള ഒരു TestDir എന്നുള്ള ഡയറക്ടറി ഉണ്ട്. ആ ഡയറക്ടറിക്കകത്തുള്ള കണ്ടന്റാണ് ഈ കാണിച്ചിരിക്കുന്നത്. അതായത് ഒരു ഫോൾഡറിനകത്തുള്ള സബ് ഫോൾഡറിനകത്തുള്ളിൽ മറ്റൊരു ഫോൾഡറിനകത്തുള്ള കണ്ടന്റ്. അത് കഴിഞ്ഞ് പിന്നൊന്ന് പൈത്തൺ പ്രോഗ്രാം എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഉണ്ട്. അതിൻ്റെ കണ്ടന്റാണ് ഈ കാണിച്ചിരിക്കുന്നത്. പിന്നെ PY ക്യാഷ് എന്ന് പറഞ്ഞൊരു ഫയലുണ്ട്, ആ ഫോൾഡറുണ്ട്. ആ ഫോൾഡറിനകത്തുള്ള കണ്ടന്റാണ് പിന്നെ വന്നിരിക്കുന്നത്. അത് കഴിഞ്ഞ് ജാവ പ്രോഗ്രാം, അങ്ങനെ എല്ലാ ഫോൾഡേഴ്സിനകത്തുള്ള അതിൻ്റെ ഉള്ളിലെ സബ് ഫോൾഡേഴ്സിനകത്തുള്ള കണ്ടന്റുകളാണ്
നമ്മൾ -r എന്ന് പറയുന്ന കമാൻഡ് കൊടുക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. ഇത്രയാണ് ഇതിൻ്റെ ഔട്ട്പുട്ട്. അടുത്തത് -a. a എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് പ്രസന്റ് വർക്കിംഗ് ഡയറക്ടറിക്കകത്തുള്ള ഫയൽസും അതിനുള്ളിലെ ഹിഡൻ ഫയൽസും നമുക്ക് കാണാൻ പറ്റും. ചില ഫോൾഡേഴ്സിനകത്തുള്ള ഹിഡൻ ഫയൽസ് എന്ന് പറഞ്ഞാൽ ഡോട്ടിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഫയൽസുകളെല്ലാം ഹിഡൻ ഫയൽസ്. ഇതെല്ലാം ഹിഡൻ ഫയൽസുകൾ. ഇങ്ങനെ ഹിഡൻ ഫയൽസുകൾ ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ നോർമൽ ഫയലുകളുടെ കൂടെ ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി -a എന്നുള്ള ഓപ്ഷൻ കൂടെ കൊടുത്താൽ. അടുത്തത് ഓപ്ഷൻ -al. ഈ -al കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഫയലിൻ്റെയും ഒരു ഫോൾഡറിനകത്തുള്ള ഫയലിൻ്റെയും ഫോൾഡേഴ്സിൻ്റെയും ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ ആയ പെർമിഷൻ, സൈസ്, അതിൻ്റെ ഓണർ ആരാണ്, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസും കൂടി നമുക്കറിയാൻ വേണ്ടിയിട്ടാണ് AL എന്നുള്ള ഓപ്ഷൻ കൊടുക്കുന്നത്. നമ്മളിവിടെ പരിശോധിച്ച് കഴിഞ്ഞാൽ -al. ഇതാണ് അതിൻ്റെ ഔട്ട്പുട്ട്. ഇതിൽ ആദ്യം കാണുന്നതാണ് ഈ പറഞ്ഞ പെർമിഷൻ, ഓണർ എന്ന് പറയുന്നത്. അപ്പോൾ D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആദ്യം D എന്ന് കാണിക്കും. ഈ D ചില ഫയലിൻ്റെ കൂടെയാണ് D എന്ന് കാണിക്കുക. ഈ D കൊടുത്തിരിക്കുന്നതെല്ലാം ഫോൾഡേഴ്സാണ്. ഡയറക്ടറിയുടെ D ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അതെല്ലാം ഫോൾഡേഴ്സാണ്. ഇത് നോക്കിക്കഴിഞ്ഞാൽ ഈ ബ്ലൂ കളറിലിരിക്കുന്ന എല്ലാത്തിൻ്റെയും ബിഗിനിങ് D ആയിരിക്കും. ഇതെല്ലാം ഫോൾഡറുകളാണ്. ബാക്കിയെല്ലാം ഫയൽസാണ്. അതിൻ്റെ പെർമിഷനാണ് RW എന്ന് പറയുന്നത്. RW എന്ന് പറഞ്ഞാൽ റീഡ്, റൈറ്റ്. ചിലതിൽ ഈ X കാണും. X എന്ന് പറഞ്ഞാൽ ഫോൾഡേഴ്സിനും എക്സിക്യൂട്ടബിൾ ഫയൽസിനും X കാണും. എന്ന് പറഞ്ഞാൽ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. ഇതാണ് അതിൻ്റെ ഫസ്റ്റിലെ ഓണർ. ദെൻ ആദ്യത്തെ RWX എന്ന് പറഞ്ഞ ഓണർ, അടുത്ത RWX എന്ന് പറയുന്ന ഗ്രൂപ്പ്, അടുത്ത RWX എന്ന് പറയുന്നത് അതർ യൂസേഴ്സ്. അപ്പോൾ ഇതിനകത്ത് ഓണറിന് ഫുൾ ആക്സസ് ഉണ്ട്, ഗ്രൂപ്പിന് റീഡും എക്സിക്യൂട്ടബിളും ഉണ്ട്, അതർ യൂസറിന് റീഡ് എക്സിക്യൂട്ടബിളും ഉണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഓണറിന് റീഡ്, റൈറ്റ് ഉണ്ട്, ഗ്രൂപ്പിന് റീഡ് മാത്രമേ ഉള്ളൂ, അതർ യൂസറിന് റീഡ് മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള പെർമിഷൻസും അതിൻ്റെ ഫോൾഡറാണോ ഫയലാണോ എന്നുള്ള എന്ത് ടൈപ്പാണെന്നുള്ള ഇൻഫർമേഷനാണ് ആദ്യം കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇതാണ് നമ്മളെ ഓണർ. ആരാണ് ഓണർ, റൂട്ട്, അതിൻ്റെ ഗ്രൂപ്പും റൂട്ട് തന്നെ, പിന്നെ അതിൻ്റെ സൈസ്, ഇങ്ങനെയുള്ള അത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഡേറ്റ് എന്താണ്, അതിൻ്റെ ടൈം എപ്പോഴാണ്, ഇങ്ങനെയുള്ള, പിന്നെ ഏതാണ് ഫയൽ, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ AL എന്ന് പറഞ്ഞ ഓപ്ഷൻ കൂടി നമ്മൾ LS കമാൻഡിൻ്റെ കൂടെ കൊടുക്കുന്നത്. അടുത്ത കമാൻഡ് mkdir. mkdir എന്ന് പറഞ്ഞാൽ മേക്ക് എ ഡയറക്ടറി. ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ mkdir എന്ന് പറഞ്ഞ കമാൻഡ് കൊടുക്കുന്നത്. അത് ബൈ ഡീഫോൾട്ട് നമ്മൾ പ്രസൻറ്റ് വർക്കിംഗ് ഡയറക്ടറിയിലായിരിക്കാം ഒരു ഫോൾഡർ ക്രിയേറ്റ് ആവുന്നത്. നമുക്ക് ഏത് ലൊക്കേഷനിൽ വേണമെങ്കിലും നമുക്കൊരു ഫോൾഡർ എവിടെ നിന്ന് വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ആ ലൊക്കേഷൻ്റെ പാത്ത് കൂടെ ക്രിയേറ്റ് ചെയ്യുന്ന ഫോൾഡറിൻ്റെ നെയിമിന് മുന്നേ ആയിട്ട് നമ്മൾ കൊടുക്കണം. കൊടുത്തു കഴിഞ്ഞാൽ ആ ലൊക്കേഷനിൽ നമുക്ക് ഈ യൂസറിന് ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് അതിൻ്റെ സിൻടാക്സ്. mkdir ഫോൾഡർ നെയിം, അല്ലെങ്കിൽ mkdir ഫുൾ പാത്ത്, ഏതെങ്കിലും ലൊക്കേഷൻ ആണെങ്കിൽ ആ ലൊക്കേഷൻ, ദെൻ /ഫോൾഡർ നെയിം, ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഏത് ലൊക്കേഷനിൽ വേണമെങ്കിൽ നമുക്കൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ കമാൻഡ് പരിശോധിച്ചാൽ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നോർമലി LS കമാൻഡ് അടിച്ചു കഴിഞ്ഞാൽ ഇതിൽ ഇത്രയും ബ്ലൂ കളറിൽ കാണുന്നതാണ് ഇതിനകത്തുള്ള ഫോൾഡർ. ഈ ഫോൾഡർ ആണ് ഇപ്പം നിലവിൽ ഈ വർക്കിംഗ് ഡയറക്ടറി ഉള്ളത്. ഇപ്പം ഞാനൊരു പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാണ്. mkdir ന്യൂ ഫോൾഡർ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഫോൾഡറിൻ്റെ പേരാണ് ന്യൂ ഫോൾഡർ, mkdir കമാൻഡ്. ഔട്ട്പുട്ട് എറർ ഒന്നുമില്ല. എറർ ഉണ്ടെങ്കിൽ അത് താഴെ കാണിക്കും. എറർ ഒന്നുമില്ല. അതിൻ്റെ മീനിങ് ഒരു ഫോൾഡർ ക്രിയേറ്റ് ആയി. ഇനി നമ്മൾ LS കമാൻഡ് അടിച്ചു കഴിഞ്ഞാൽ ന്യൂ ഫോൾഡർ എന്ന് പറയുന്നത്, ഈ ന്യൂ ഫോൾഡർ എന്ന് പറയുന്നത് ഒരു ബ്ലൂ കളറിൽ കാണും. അതെന്ന് പറഞ്ഞാൽ അതൊരു ഫോൾഡർ എന്നാണ് അതിൻ്റെ മീനിങ്. ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ന്യൂ ഫോൾഡർ ഇതിനകത്ത് കാണും. ഇതാണ് ന്യൂ ഫോൾഡർ, ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത ഫോൾഡറാണ്. ഇനി എനിക്ക് ഈ ന്യൂ ഫോൾഡറിനുള്ളിലൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണം. ഇവിടെ നിന്നും കൊണ്ട് ക്രിയേറ്റ് ചെയ്യണം. സാധാരണ നമ്മൾ ഈ ന്യൂ ഫോൾഡറിനകത്ത് ഉള്ളിൽ കയറി കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ ക്രിയേറ്റ് ചെയ്യാം.
അതല്ല ഇവിടെ നിന്നും കൊണ്ട് നമുക്ക് ഒരു ന്യൂ ഫോൾഡർ അതിനുള്ളിലൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് mkdir അതാണ് ഈ പാത്ത് എന്ന് പറയുന്നത്. പാത്ത് കൊടുക്കുക. പാത്ത് കൊടുത്തിട്ട് ദെൻ ഫോൾഡർ നെയിം പറയും. അപ്പോൾ ഞാൻ നിൽക്കുന്ന ഡയറക്ടറിയിൽ ഒരു സിംഗിൾ ഡോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ നിൽക്കുന്ന ഡയറക്ടറിക്കകത്തുള്ള ഒരു ഫോൾഡർ ഡോട്ട് ന്യൂ ഫോൾഡർ ഡോട്ട് mkdir ഡോട്ട് ന്യൂ ഫോൾഡർ വന്നു. അപ്പോൾ ഈ നിൽക്കുന്ന ഫോൾഡറിനുള്ളിലെ ന്യൂ ഫോൾഡർ എന്ന് പറഞ്ഞ ഫോൾഡറിനുള്ളിൽ ഞാൻ വേറൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ ടെസ്റ്റ് എന്ന് പറഞ്ഞ ഫോൾഡർ ക്രിയേറ്റ്. അപ്പോൾ ഇതിനുള്ളിലാണ് ഈ ന്യൂ ഫോൾഡറിനുള്ളിലാണ് ഈ ടെസ്റ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് ടെസ്റ്റ് കാണത്തില്ല. ന്യൂ ഫോൾഡറിന് ഉള്ളിലാണ് ഈ ടെസ്റ്റ് എന്ന് പറഞ്ഞ ഫോൾഡർ ക്രിയേറ്റ് ആയിരിക്കുന്നത്. അത് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ls-ന്റെ കൂടെ /new ഫോൾഡർ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ടെസ്റ്റ് അതിനുള്ളിൽ ഈ ന്യൂ ഫോൾഡറിനുള്ളിലുള്ള ഫോൾഡറാണ് ഈ ടെസ്റ്റ് എന്ന് പറയുന്ന ഫോൾഡർ. അപ്പോൾ ഇതുപോലെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ ഇതാണ് പാത്ത് എന്ന് പറയുന്നത്. എവിടെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്? ഒരു ഫോൾഡർ, ഇത് ഫോൾഡർ നെയിം, ഇത് അതിൻ്റെ പാത്ത്. എവിടെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്? ആ പാത്തും കൂടി ക്രിയേറ്റ് ചെയ്യുന്ന ഫോൾഡറിന് മുന്നേ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏത് ലൊക്കേഷനിൽ വേണമെങ്കിലും പുതിയൊരു ഫോൾഡർ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അടുത്ത കമാൻഡ് cd എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഡയറക്ടറി എന്നാണ്. നമ്മൾ വർക്കിംഗ് ഡയറക്ടറി, ഇപ്പം നിൽക്കുന്ന ഡയറക്ടറി ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ ലൊക്കേഷൻ നമ്മൾ നിൽക്കുന്ന ലൊക്കേഷൻ അതായത് നമ്മളൊരു ബിൽഡിങ്ങിനുള്ളിൽ കയറിയിട്ട് അടുത്ത റൂമിലേക്ക് കയറുന്നതിന് ഈക്വലൻ്റ്. അതാണ് നമ്മൾ cd എന്ന് പറഞ്ഞ കമാൻഡ്. അപ്പം നിൽക്കുന്നത് റൂമായിരിക്കും, ഒരു ബിൽഡിങ്ങിനുള്ളിലായിരിക്കും. അതിനുള്ളിൽ ഒരു റൂമിൽ കയറണമെങ്കിൽ നമ്മുടെ ലൊക്കേഷൻ നമ്മളങ്ങ് ചേഞ്ച് ചെയ്യുക. അതിനാണ് നമ്മൾ cd എന്ന് പറയുന്ന കമാൻഡ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ സിൻടാക്സ് എന്ന് പറഞ്ഞാൽ cd ഏത് ഫോൾഡറാണോ ആ ഫോൾഡറിൻ്റെ നെയിം, അല്ലെങ്കിൽ അതിൻ്റെ ഫുൾ പാത്ത് കൊടുത്തിട്ട് വേറെ ഏതെങ്കിലും ലൊക്കേഷനിലേക്ക് നമുക്ക് ഇവിടെ നിന്നും കൊണ്ട് ഒറ്റ കമാൻഡിലൂടെ നമുക്ക് മാറാൻ പറ്റും. അതാണ് നമ്മൾ ഫുൾ പാത്ത് കൊടുത്ത് ദെൻ ഫോൾഡർ നെയിം കൊടുത്തു കഴിഞ്ഞാൽ ആ ഫോൾഡറിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കയറാൻ പറ്റും. ഇതാണ് അതിൻ്റെ സിൻടാക്സ്. cd ഫോൾഡർ നെയിം ഓർ cd ഫുൾ പാത്ത് ലൊക്കേഷൻ ദെൻ ഫോൾഡർ നെയിം. ഇപ്പം ഇതിൽ നമ്മൾ ls കമാൻഡ് അടിച്ചു കഴിഞ്ഞാൽ ഇത്രയും ഫോൾഡേഴ്സ് ഉണ്ട്. ഈ ബ്ലൂ കളറിലുള്ളതെല്ലാം ഫോൾഡേഴ്സ് ആണ്. ഇതിൽ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ന്യൂ ഫോൾഡറിനുള്ളിൽ നമുക്ക് കയറണമെങ്കിൽ cd ന്യൂ ഫോൾഡർ. അപ്പം ഇതിൻ്റെ പ്രോംപ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നേരത്തെ നിന്നതിൻ്റെ കൂടെ /new folder എന്ന് ഇവിടെ നമ്മൾ pwd എന്നുള്ള കമാൻഡ് അടിച്ചു കഴിഞ്ഞാൽ നേരത്തെ നമുക്ക് /root ആയിരുന്നു, ഇപ്പോൾ അതാ /root/new folder എന്ന്. അപ്പം നമ്മളിപ്പം നിൽക്കുന്നത് ന്യൂ ഫോൾഡർ. ഇവിടെ നമ്മൾ ls എന്ന് പറഞ്ഞ കമാൻഡ് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ന്യൂ ഫോൾഡറിനുള്ളിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ടെസ്റ്റ് എന്ന് പറഞ്ഞ ഫോൾഡർ കാണും. ആ ടെസ്റ്റ് എന്ന് പറഞ്ഞ ഫോൾഡറിനുള്ളിൽ കയറാൻ വേണ്ടി നമ്മൾ cd ടെസ്റ്റ് ഫോൾഡർ നെയിം കൊടുത്താൽ മതി. ആ ഫോൾഡറിനുള്ളിൽ നമ്മൾ കയറും. അപ്പം ഇവിടെ നമ്മൾ pwd കമാൻഡ് അടിച്ചു കഴിഞ്ഞാൽ റൂട്ട് ന്യൂ ഫോൾഡർ ടെസ്റ്റ്. അപ്പോൾ ഇതാണ് നമ്മൾ പ്രസൻറ്റ് വർക്കിംഗ് ഡയറക്ടറി, നമ്മുടെ പ്രസൻറ്റ് ലൊക്കേഷൻ. ഇനി ഈ ന്യൂ ഫോൾഡർ cd കമാൻഡിൻ്റെ കൂടെ ഓപ്ഷൻസ് നമ്മൾ 2 ഡോട്ട് സ്പേസ് ഇട്ടിട്ട് 2 ഡോട്ട് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം നിൽക്കുന്നതിന് ഒരു ലൊക്കേഷൻ ബാക്കിലേക്ക് നമ്മൾ മൂവ് ചെയ്യും. ഇപ്പം നേരത്തെ ടെസ്റ്റിലായിരുന്നു, ഇപ്പം നമ്മൾ ടെസ്റ്റ് pwd അടിച്ചു കഴിഞ്ഞാൽ തൊട്ട് പ്രീവിയസ് ഡയറക്ടറിയിലേക്ക് റൂട്ട് ന്യൂ ഫോൾഡറിലായി. നേരത്തെ ടെസ്റ്റിനുള്ളിലായിരുന്നു, റൂട്ട് ന്യൂ ഫോൾഡർ ടെസ്റ്റിലായിരുന്നു, ഇപ്പം റൂട്ട് ന്യൂ ഫോൾഡർ. അത് cd സ്പേസ് 2 ഡോട്ട് ഇട്ട് കഴിഞ്ഞാൽ ആ ഫോൾഡറിനുള്ളിലേക്കായിരിക്കും, തൊട്ട് പ്രീവിയസ് ഫോൾഡറിനുള്ളിലേക്കായിരിക്കും നമ്മൾ കയറുന്നത്. ഇനി നമ്മൾ cd ഇവിടെ നിന്നിട്ട് ഇപ്പം ഞാൻ നിൽക്കുന്നത് റൂട്ടിലെ ന്യൂ ഫോൾഡർ. എനിക്ക് റൂട്ടിനുള്ളിലെ ജാവ പ്രോഗ് എന്ന് പറയുന്ന ഫോൾഡറിനുള്ളിൽ, അല്ലെങ്കിൽ റൂട്ടിലുള്ള OS ലാബ് എന്ന് പറയുന്ന ഫോൾഡറിനുള്ളിലേക്ക് പോകണം. അപ്പം നമുക്കറിയാം റൂട്ട് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ തൊട്ട് പ്രീവിയസ് ആണ്. അതിനുള്ളിലെ OS ലാബ് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിന്നും കൊണ്ട്
നമ്മൾ ഒറ്റ കമാൻഡിൽ തൊട്ട് പ്രീവിയസിൽ പോവും, അതിനുള്ളിലെ OS ലാബിനകത്തോട്ടും കയറും. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ പ്രോംപ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കുന്നത്. ഈ PWD കമാൻഡ് അടിച്ചു കഴിഞ്ഞാൽ പ്രസന്റ് വർക്കിംഗ് ഡയറക്ടറി റൂട്ട് OS ലാബ്. ഇത് നോർമലി നമ്മൾ ചെയ്യേണ്ടിയിരുന്നത് നേരത്തെ നിന്ന് ന്യൂ ഫോൾഡറിലാണ്. ന്യൂ ഫോൾഡറിൽ നിന്ന് 2 ഡോട്ട് അടിച്ച് ബ്രേക്കിലേക്ക് പോകും. അവിടെ നിന്ന് വീണ്ടും CD OS ലാബ് എന്നും. ഈ 2 കമാൻഡ് കൊടുക്കുന്നതിന് ഇക്വലൻ്റ് ആയിട്ട് നമുക്ക് ഒറ്റ കമാൻഡിൽ നമുക്ക് എക്സാക്ട് പാത്ത് അറിയാമെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു കമാൻഡിൽ നമുക്ക് മൂവ് ചെയ്ത് പോകാൻ പറ്റും. ഇവിടെ നമ്മൾ LS കമാൻഡ് അടിച്ചു കഴിഞ്ഞാൽ അതിനകത്തുള്ള ഫയൽസ് ആണ് ഈ കാണുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഓപ്ഷൻ പാത്ത് കൊടുത്ത് നമ്മൾ ഫോൾഡർ ചേഞ്ച് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് ഒറ്റ കമാൻഡിൽ നമുക്ക് ഹോം ഫോൾഡറിലേക്ക് നമ്മൾ അതായത് റൂട്ടിലേക്ക് പോകണം. നമ്മൾ ഏതെങ്കിലും ഉള്ളിലേക്കാണ് നിൽക്കുന്നതെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാൻ CD ഇതിനകത്ത് ന്യൂ ഫോൾഡറിനകത്ത് ടെസ്റ്റിനകത്താണ് നിന്നത്. ഇവിടെ നിൽക്കുക PWD ഇവിടെ നിൽക്കുക. ഇവിടെ നമുക്ക് ഒറ്റ കമാൻഡിൽ നമുക്ക് ഏറ്റവും ബിഗിനിങ്ങിലേക്ക് പോകണം. അതായത് നമ്മൾ ഹോം ഫോൾഡറിലേക്ക് പോകണമെങ്കിൽ നമ്മൾ വെറുതെ CD എന്നടിച്ചു കഴിഞ്ഞാൽ നേരെ നമ്മൾ നമ്മുടെ എക്സാക്ട് ബിഗിനിങ് ലൊക്കേഷനിലേക്ക് പോയിരിക്കും. നമ്മൾ ആ ടെർമിനൽ എടുക്കുമ്പോൾ ഏത് ടെർമിനലാണ് നിന്നത് അവിടെ നിന്ന് നമ്മൾ അതിൻ്റെ ഹോം ഫോൾഡറിനകത്തേക്ക് നമ്മൾ പോയിരിക്കും. ഇതാണ് CD എന്ന് പറയുന്ന കമാൻഡ്. അടുത്ത കമാൻഡ് RMDIR എന്നുള്ള കമാൻഡാണ്. ഇത് റിമൂവ് എ ഡയറക്ടറി ഓർ ഫോൾഡർ. ഒരു ഫോൾഡർ അല്ലെങ്കിൽ ഒരു ഡയറക്ടറി ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു കമാൻഡാണ്. പക്ഷെ ഇതിനകത്തൊരു കണ്ടീഷൻ ഉണ്ട്. ആ ഡിലീറ്റ് ചെയ്യുന്ന ഫോൾഡർ empty ആയിരിക്കണം. empty അല്ലെങ്കിൽ ഇത് ഒരിക്കലും നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതിനകത്തുള്ള ഫയൽസും സബ് ഫോൾഡേഴ്സും ഡിലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ഒരു ഫോൾഡർ ഡിലീറ്റ് ചെയ്യാൻ പറ്റൂ. പിന്നെ അത് നമ്മൾ ഡിലീറ്റ് ചെയ്യണം. ആ ഫോൾഡറിനകത്ത് ഉള്ളിൽ കയറി നിന്നല്ല ഡിലീറ്റ് ചെയ്യണം. നമ്മളൊരു മരത്തിൽ കയറി ഇരിക്കുന്ന കൊമ്പ് മുറിക്കുക എന്ന് പറയുന്ന പറ്റത്തില്ലല്ലോ. അതുപോലെ ഒരു ഫോൾഡറിനകത്ത് ഉള്ളിൽ കയറി നിന്നുകൊണ്ട് നമുക്ക് ആ ഫോൾഡറിനെ ഡിലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതിൻ്റെ പ്രീവിയസ് അതായത് നമ്മളൊരു മരത്തിൻ്റെ ബ്രാഞ്ച് മുറിക്കണമെങ്കിൽ ആ മരത്തിൽ നിന്നും കൊണ്ട് ബ്രാഞ്ചിനെ വെട്ടുക എന്നുള്ളത്. അതുപോലെ ആ ഫോൾഡറിൻ്റെ തൊട്ട് പാരൻറ്റ് ഫോൾഡറിൽ നിന്നാണ് ആ ഫോൾഡറിനെ സബ് ഫോൾഡറിനെ നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ടത്. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം നമ്മളൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യും. ന്യൂ ഫോൾഡർ എന്ന് പറയുന്ന ഫോൾഡർ നമ്മൾ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തത്. ഞാൻ ഇവിടെ നിന്നിട്ട് കാരണം ഞാനിപ്പം നിൽക്കുന്നത് അതിൻ്റെ റൂട്ടിലാണ്. അതായത് ആ ഫോൾഡറിൻ്റെ ബിഗിനിങ് ഫോൾഡർ തൊട്ട് പ്രീവിയസ് ഫോൾഡറിലാണ് നിൽക്കുന്നത്. ഞാൻ ഇവിടെ നിന്നും കൊണ്ട് ഈ ന്യൂ ഫോൾഡർ നമ്മൾ ഡിലീറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ RMDIR ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അതൊരു എറർ വരും. ദ ഡയറക്ടറി നോട്ട് എംപ്റ്റി ഫെയിൽഡ് ടു റിമൂവ്. ഈ ഡയറക്ടറി കാരണം എന്ന് പറഞ്ഞാൽ അതിനുള്ളിൽ ഒരു സബ് ഫോൾഡർ ഉണ്ട്. ഒന്നുകിൽ ഒരു ഫോൾഡറോ ഒരു ഫയലോ എന്തുണ്ടായാലും ആ ഫോൾഡറിനെ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നമുക്ക് ഈ ഫോൾഡർ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ അതിനുള്ളിൽ ഇരിക്കുന്ന ഫോൾഡറിനെ ആദ്യം നമ്മൾ ഡിലീറ്റ് ചെയ്യണം. അതിന് നമ്മൾ CD ന്യൂ ഫോൾഡർ കൊടുത്ത് അതിനുള്ളിലേക്ക് കയറുക. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ടെസ്റ്റ് എന്നൊരു ഫോൾഡർ. ഈ ടെസ്റ്റ് എന്നുള്ള ഫോൾഡർ empty ആണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഈ ടെസ്റ്റ് ഫോൾഡറിനെ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. അതിനെ ഡിലീറ്റ് ചെയ്തിട്ട് ശേഷം മാത്രമേ ഇതിനകത്ത് ഇതുപോലെ ഏതൊക്കെ ഫോൾഡർ ഉണ്ടോ അത് ഫയലുണ്ടോ ഫോൾഡറോ ഫയലോ ഉണ്ടോ അതെല്ലാം ഡിലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ആ ഫോൾഡർ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഫോൾഡർ ഡിലീറ്റ് ചെയ്യേണ്ട ഫോൾഡർ എപ്പോഴും empty ആയിരിക്കണം. എങ്കിൽ മാത്രമേ RMDIR എന്ന കമാൻഡ് വഴി നമുക്ക് ആ ഫോൾഡറിനെ ഡിലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ RMDIR ടെസ്റ്റ് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഒന്നും വന്നില്ല എന്ന് പറഞ്ഞാൽ ആ ഫോൾഡർ ഡിലീറ്റ് ആയി. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ന്യൂ ഫോൾഡർ empty ആണ്. ഇതിനകത്തൊന്നുമില്ല. ഇനി നമ്മൾ തൊട്ടുപിറകിലേക്ക് വന്നിട്ട് RMDIR ന്യൂ ഫോൾഡർ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം ഒന്നും വന്നില്ല. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ LS കമാൻഡ് എടുത്തു കഴിഞ്ഞാൽ നേരത്തെ കിടന്ന ന്യൂ ഫോൾഡർ ഇപ്പോൾ ഇല്ല. ആ ഫോൾഡർ പോയി. അപ്പം ഇങ്ങനെയാണ് RMDIR കമാൻഡ് വഴി നമ്മളൊരു ഫോൾഡറിനെ ഡിലീറ്റ് ചെയ്യുന്നത്. അടുത്തത് MV എന്ന് പറയുന്ന കമാൻഡാണ്. ഈ കമാൻഡ് 2 കാര്യത്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഒന്ന് ഒരു ഫയൽ അല്ലെങ്കിൽ കുറച്ച് ഫയലുകൾ ഒരു ലൊക്കേഷനിൽ നിന്ന് മറ്റൊരു ലൊക്കേഷനിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് ഒരെണ്ണത്തിനെ എടുത്ത് വേറൊരു ലൊക്കേഷനിൽ കൊണ്ടുവയ്ക്കുന്നതിന് നമ്മളൊരു റൂമിനകത്തിരിക്കുന്ന ഒരു സാധനത്തിനടുത്ത് വേറൊരു റൂമിലേക്ക് കൊണ്ടുവയ്ക്കുന്നതിന് തുല്യം. അങ്ങനെ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്ന ഒരു കമാൻഡാണ് MV. അതുകൂടാതെ ഒരു ഫയലിൻ്റെ പേര് നമുക്ക് വേറൊരു പേരിലേക്ക് മാറ്റണം. ഈ 2 പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ
mv എന്ന് പറയുന്ന കമാൻഡ് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ സിൻടാക്സ് ഇത് തന്നെയാണ്. mv ദെൻ ഏത് ഫയലിനെയാണ് മാറ്റേണ്ടത് ആ ഫയലിൻ്റെ പേര്, ദെൻ ഡെസ്റ്റിനേഷൻ ലൊക്കേഷൻ പാത്ത്, ഏത് ലൊക്കേഷനിലാണോ കൊണ്ടുവയ്ക്കേണ്ടത് ആ ലൊക്കേഷൻ്റെ ഫുൾ പാത്തൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം ഇവിടെ നിൽക്കുന്ന നമ്മൾ നിൽക്കുന്ന കറണ്ട് വർക്കിംഗ് ഡയറക്ടറിയിലെ ഫയലിനെ എടുത്ത് ആ ലൊക്കേഷനിൽ കൊണ്ടുപോകും. നമുക്ക് ഇവിടെ ഈ ഫയലിൻ്റെ കൂടെ ബിഗിനിങ്ങിൽ നമുക്ക് വേറെ ഇപ്പം നിൽക്കുന്ന ലൊക്കേഷനിൽ നിന്ന് കൊണ്ട് വേറെ ലൊക്കേഷനിൽ ഇരിക്കുന്ന ഫയലിനെ എടുത്ത് വേറെ ലൊക്കേഷനിൽ കൊണ്ടിടാൻ പറ്റും. അപ്പോൾ ഈ സോഴ്സ് ഫയലിൻ്റെ പേര് മുന്നേ നമ്മൾ എവിടെയാണോ കിടക്കുന്ന ഫയലിൻ്റെ ലൊക്കേഷൻ കൊടുത്ത് ആ ഫയലിനെ ദെൻ ഡെസ്റ്റിനേഷൻ ലൊക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ ലൊക്കേഷനിൽ കൊണ്ടിടും. അതായത് നമ്മൾ കറണ്ട് ലൊക്കേഷനിൽ ഇരിക്കുന്ന ഫയലിനെ മാറ്റാൻ പറ്റും. വേറെ ലൊക്കേഷനിൽ ഇരിക്കുന്ന ഫയലിനെ എടുത്ത് വേറെ ലൊക്കേഷനിൽ കൊണ്ടിടാനും പറ്റും. അതിനാണ് നമ്മൾ mv എന്നുള്ള കമാൻഡ്. അത് നമ്മൾ ഫയൽ ട്രാൻസ്ഫർ ചെയ്യുന്ന കമാൻഡ്. പിന്നെ അടുത്ത ആണ് mv ദെൻ ഒരു ഓൾഡ് നെയിം, ദെൻ ആ ഫയലിന് പുതിയൊരു പേര് കൊടുക്കണം. അപ്പം നമ്മൾ ഒരു പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്തപ്പം പേര് തെറ്റിപ്പോയി. നമ്മളറിയാതെ ഒരു സ്പെല്ലിങ് എന്തെങ്കിലും വിട്ടുപോയി, അല്ലെങ്കിൽ തെറ്റിപ്പോയി, അതല്ലെങ്കിൽ അതിൻ്റെ എക്സ്റ്റൻഷൻ കൊടുക്കാൻ വിട്ടുപോയി. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഈ ഫയലിനെ തന്നെ നമുക്ക് റീനെയിം ചെയ്തെടുക്കാം. ഇതിനെ നമ്മൾ റീനെയിം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. mv എന്നുള്ള കമാൻഡ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇത് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഫോർ എക്സാമ്പിൾ എനിക്ക് ഇതിനകത്തിരിക്കുന്ന ടെസ്റ്റ് ഫയൽ ഡോട്ട് ബിൻ എന്ന് പറയുന്ന ഫയൽ കിടപ്പുണ്ട്. ഈ ഫയലിനെ എടുത്ത് എനിക്ക് വേറെ ലൊക്കേഷനിൽ കൊണ്ടിടണം. അപ്പം ഞാനൊരു ഫോൾഡർ ഉണ്ടാക്കുകയാണ്. mkdir ടെസ്റ്റ്. ഇപ്പോൾ ഒരു ഫോൾഡർ ഉണ്ടാക്കി. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ടെസ്റ്റ് എന്നുള്ളൊരു ഫോൾഡർ ഇവിടെ വന്നു. ഇവിടെ ഉണ്ട്. ഇനി ഞാൻ ഈ ടെസ്റ്റ് ഫയൽ ഡോട്ട് ബിന്നിനെ എടുത്ത് ഞാൻ ഈ ഫോൾഡറിനകത്ത് കൊണ്ടിടണമെങ്കിൽ ഞാൻ mv ടെസ്റ്റ്, നമ്മൾ ഈ ഫയൽ എൻ്റർ ചെയ്യുമ്പോൾ ക്യാപിറ്റലാണെങ്കിൽ ക്യാപിറ്റലിൽ തന്നെ എൻ്റർ ചെയ്യണം, അല്ലെങ്കിൽ അത് തെറ്റാണ്. കേസ് സെൻസിറ്റീവ് ആണ് ഫയലിൻ്റെ പേരെല്ലാം. ടെസ്റ്റ്, അതായത് നമ്മൾ സോഴ്സ് ഈ ഫയലിൻ്റെ എക്സാക്ട് നെയിം കൊടുത്തു. ഇതാണ് ഡോട്ട് കഴിഞ്ഞ് വരുന്നതാണ് എക്സ്റ്റൻഷൻ. ആ എക്സ്റ്റൻഷൻ ഉൾപ്പെടെ കൊടുക്കണം. ഇനി എനിക്ക് ഏത് ലൊക്കേഷനിലാണോ കൊണ്ടിടേണ്ടത് ആ ലൊക്കേഷൻ്റെ പേര് കൊടുക്കുക. ഇതിനകത്തുള്ള ടെസ്റ്റ് എന്ന് പറയുന്ന ഫോൾഡറിനകത്താണ് ഇടേണ്ടത്. അപ്പോൾ ഇത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയാണ് ടെക്സ്റ്റ് ഫയൽ ഡോട്ട് ടെക്സ്റ്റ്. ഇതാണ് ഞാൻ മാറ്റുന്നത്. ടെസ്റ്റ് ഫയൽ ഡോട്ട് ടെക്സ്റ്റ്. ഈ ഫയലിനെ ഞാൻ ടെസ്റ്റ് എന്ന് പറഞ്ഞ ഫോൾഡറിനകത്ത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ടെസ്റ്റ് ഫയൽ ഇവിടെ കിടന്ന ടെസ്റ്റ് ഫയൽ ഇപ്പോൾ ഇല്ല. ഇത് ഇവിടുന്ന് മാറി. ഇതിൻ്റെ ലൊക്കേഷൻ ഇവിടുന്ന് മാറിക്കാണും. നമ്മൾ ഇതിനകത്തുള്ള ടെസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ അതിനുള്ളിലായിരിക്കും കിടക്കുന്നത്. ഇവിടെ എത്തി. ഇതാണ് നമ്മൾ ഫയൽ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന mv എന്നുള്ള കമാൻഡ്. ഇനി ഞാൻ ഈ ഫയലിൻ്റെ പേര് ഇപ്പം ഞാൻ അതിനകത്ത് കയറിയിട്ട് cd ടെസ്റ്റിനുള്ളിൽ കയറിയിട്ട് ഇവിടെ നോക്കി കഴിഞ്ഞപ്പോൾ ഞാൻ ടെസ്റ്റിനുള്ളിലാണ് കയറി. ഇതിനുള്ളിൽ ഇരിക്കുന്ന ഈ ഫയലിൻ്റെ പേര് എനിക്ക് ഒന്ന് മാറ്റണം. അപ്പം ഞാൻ ഇത് mv എന്നുള്ള കമാൻഡ്, ദെൻ ഈ ഫയലിൻ്റെ പേര് ടെസ്റ്റ് ഫയൽ ഡോട്ട്. ഇനി എനിക്ക് ഈ ഫയലിൻ്റെ പേരാണ് ചേഞ്ച് ചെയ്യേണ്ടത്. ഞാൻ അതിൻ്റെ പേര് ടെമ്പ് ഫയൽ എന്ന് .txt. ഇങ്ങനെയുള്ള ടെസ്റ്റ് ഫയലിൻ്റെ പേര് ടെമ്പ് ഫയൽ എന്നാക്കി. ഇനി ls എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പേര് ടെമ്പ് ഫയൽ എന്നായി. അപ്പം ഇങ്ങനെ ഒരു ഫയലിൻ്റെ പേര് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് mv കമാൻഡ് ഉപയോഗിക്കാം. രണ്ട് പർപ്പസാണുള്ളത്. ഒന്ന്, ഒരു ഫയലിൻ്റെ ലൊക്കേഷൻ വേറൊരു ലൊക്കേഷനിലേക്ക്, ഒരു ലൊക്കേഷനിൽ നിന്ന് വേറെ ലൊക്കേഷനിലേക്ക് മാറ്റാനും ഒരു ഫയലിൻ്റെ പേര് ചേഞ്ച് ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ mv എന്നുള്ള കമാൻഡ് ഉപയോഗിക്കുന്നത്. അടുത്ത കമാൻഡ് cat. ഇത് കോൺകാറ്റിനേറ്റ് എന്ന് പറയുന്ന വേർഡിൻ്റെ ഷോർട്ട് ഫോമാണ് ഈ cat. ഇതിന് കുറച്ച് പർപ്പസുകളുണ്ട്. ഒന്ന്, ഒരു ടെക്സ്റ്റ് ഫയൽ നമുക്ക് പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ cat കമാൻഡ് ഉപയോഗിക്കാം. അടുത്തത്, ഒരു ഫയലിൻ്റെ കണ്ടന്റ് നമുക്ക് ഈ ഡിസ്പ്ലേ ചെയ്യിക്കണം, മോണിറ്ററിൽ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ cat ഉപയോഗിക്കാം. പിന്നെ ഒന്നിൽ കൂടുതൽ ഫയലുകൾ കമ്പൈൻ ചെയ്യണമെങ്കിൽ നമുക്ക് ഈ cat ഉപയോഗിക്കാം. പിന്നെ ഇതിനകത്ത് വേറൊരു ഓപ്ഷൻ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള കണ്ടന്റ്
ലോവർ കേസിൽ നിന്ന് അപ്പർ കേസിലോട്ടോ അപ്പർ കേസിൽ നിന്ന് ലോവർ കേസിലോട്ടോ മാറ്റാനൊക്കെ നമ്മൾ ഈ കാറ്റ് കമാൻഡ് ഉപയോഗിക്കാം. ഇനി നമുക്ക് അത് ഓരോന്നായിട്ട് നോക്കാം. ആദ്യം ഞാനിപ്പോൾ നിൽക്കുന്നത് ടെസ്റ്റ് എന്ന് പറയുന്ന ഫോൾഡറിലാണ്, റൂട്ടിലെ ടെസ്റ്റ് എന്ന് പറയുന്ന ഫോൾഡറിനുള്ളിലാണ് നിൽക്കുന്നത്. ഇപ്പം ഞാനിവിടെ ഒരു പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കാറ്റ് ഗ്രേറ്റർ ദാൻ പുതിയൊരു ഫയലിൻ്റെ പേര് ന്യൂ ഫയൽ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ കണ്ടന്റ് റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കമാൻഡ് ഈ ടെർമിനൽ വെയിറ്റ് ചെയ്യുന്നത്. ഇപ്പം ഞാനിവിടെ ടെസ്റ്റ് ഫയൽ എന്ന് ഒരു കണ്ടന്റ് അതിനകത്ത് കൊടുത്തു. എന്നിട്ട് നമ്മൾ കൺട്രോൾ ഇസഡ് അടിച്ച് സേവ് ചെയ്യുന്നു. അപ്പം ഇതൊരു നോക്കിക്കഴിഞ്ഞാൽ ന്യൂ ഫയൽ എന്ന് പറഞ്ഞൊരു ഫയൽ ഇവിടെ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്തു വന്നു. ഇതാണ് നമ്മൾ കാറ്റ് എന്ന് പറയുന്ന കമാൻഡ് ഉപയോഗിച്ച് ഫയൽ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി കണ്ടന്റ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് സെയിം കമാൻഡ് നമുക്ക് ഉപയോഗിക്കാം. കാറ്റ് ദെൻ ഫയൽ നെയിം കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കണ്ടന്റ് അതുപോലെ ഇതിൻ്റെ കണ്ടന്റ് നമുക്ക് കാണണമെങ്കിൽ അത് കാറ്റ് ടെം ഫയലിൻ്റെ പേര് കൊടുത്ത് അതിൻ്റെ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരും. ഈ കണ്ടന്റ് എല്ലാം നമ്മൾ മോണിറ്ററിൽ ക്ലിയർ ചെയ്യാൻ വേണ്ടി ക്ലിയർ എന്നുള്ള കമാൻഡ് കൊടുത്താൽ. ഇനി അടുത്തൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒന്നിൽ കൂടുതൽ ഫയലുകളെ കമ്പൈൻ ചെയ്യാം. കമ്പൈൻ ചെയ്ത് നമുക്ക് ഒരു പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യാം. അപ്പം ഇവിടെ 2 ഫയലേ ഉള്ളൂ. ഞാൻ തൊട്ട് പ്രീവിയസ് ഡയറക്ടറിയിൽ വന്നു. ഇവിടെ കുറച്ച് ഫയലുകളുണ്ട്. ഈ കോപ്പി ഡോട്ട് സി, ഫിബ് ഡോട്ട് പി വൈ, ഹോസ്റ്റ് ഡോട്ട് സി, ഇങ്ങനെ 3 എണ്ണം കിടപ്പുണ്ട്. ഈ 3 ഫയലിനെയും കൂടെ കമ്പൈൻ ചെയ്ത് ഞാനൊരു പുതിയൊരു ഫയൽ ഉണ്ടാക്കുകയാണ്. അത് നമ്മൾ കാറ്റ് വെച്ച് കാറ്റ് ഫസ്റ്റ് ഫയൽ കോപ്പി ഡോട്ട് സി, അടുത്ത ഫയൽ ഫിബ് ഡോട്ട് പി വൈ, അടുത്തത് ഹോസ്റ്റ് ഡോട്ട് സി, ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് ഞാൻ പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യും. ഇതിൻ്റെ സിൻടാക്സ് ഇങ്ങനെയാണ്. ഏതൊക്കെ ഫയലുകളാണ് കാറ്റ് തന്നെ ഏതൊക്കെ ഫയലുകളാണ് കമ്പൈൻ ചെയ്യേണ്ടത് ആ ഫയലുകളെല്ലാം 1 by 1 ആയിട്ട് സ്പേസ് ഇട്ട് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുക. ദെൻ ഗ്രേറ്റർ ദാൻ ഇതിൻ്റെ ഔട്ട്പുട്ട് നേരെ പോകുന്നത് ഇനി പറയുന്ന ഫയലിൻ്റെ പേരിൽ കമ്പൈൻഡ് അതിൻ്റെ എക്സ്റ്റൻഷൻ ഞാൻ ചുമ്മാ ടെക്സ്റ്റ് എന്ന് കൊടുത്തു, TXT കൊടുത്തു കഴിഞ്ഞാൽ ആ കമ്പൈൻഡ് എന്ന് പറയുന്ന പേരിൽ ഇതിനകത്തുള്ള എല്ലാ കണ്ടന്റുകളും 1 by 1 ആയിട്ട് കയറിയിട്ടുണ്ടായിരിക്കും. ഇവിടെ നമ്മൾ കാറ്റ് കോപ്പി ഡോട്ട് സി കൊടുത്തു കഴിഞ്ഞാൽ ആ കോപ്പി എന്ന് പറയുന്ന സി ഫയലിൻ്റെ കണ്ടന്റ് ഇതാണ്. ഇനി അടുത്ത ഫയൽ ഫിബ് ഡോട്ട് പി വൈ, കാറ്റ് ഫിബ് ഡോട്ട് പി വൈ കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്തുള്ള കണ്ടന്റ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇത്രയോ. അടുത്തത് ഹോസ്റ്റ് ഡോട്ട് സി, കാറ്റ് ഹോസ്റ്റ് ഡോട്ട് സി കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കണ്ടന്റ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് 3ഉം കൂടെ കമ്പൈൻ ചെയ്ത് കമ്പൈൻഡ് ഡോട്ട് TXT എന്ന് പറഞ്ഞ പേരിലാണ് ഇപ്പം പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ കമ്പൈൻഡ് ഡോട്ട് TXT അതിൻ്റെ കണ്ടന്റിനകത്ത് ഈ 3 ഫയലിൻ്റെയും കണ്ടന്റ് ഒരുമിച്ചിരിക്കും. നമുക്ക് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കമ്പൈൻഡ് ഡോട്ട് TXT എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് നമുക്ക് ആദ്യത്തെ ഹോസ്റ്റിനകത്തുള്ള കണ്ടന്റ് ആണ് ഇതുവരെ അല്ല കോപ്പി ഡോട്ട് സിക്കകത്തുള്ള കണ്ടന്റ് ആണ് ഇത്. അത് കഴിഞ്ഞ് ഫിബ് ഡോട്ട് പി വൈക്കകത്തുള്ള കണ്ടന്റ് 3, അത് കഴിഞ്ഞ് ഹോസ്റ്റ് ഡോട്ട് സി ആണ് ഈ താഴേക്ക് വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒന്നിൽ കൂടുതൽ ഫയലിനെ കമ്പൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ കാറ്റ് ഫയൽ ഉപയോഗിക്കാം. ഇനി എനിക്കിത് കൂടാതെ ആണ് ഇതിനകത്ത് കിടക്കുന്ന ഈ കണ്ടന്റിനെ ഇതെല്ലാം ലോവർ കേസിൽ അപ്പർ കേസിലൊക്കെ എനിക്ക് ഇതിനെല്ലാം കൂടെ അപ്പർ കേസിലേക്ക് മാറ്റണമെങ്കിൽ ഈ കമ്പൈൻഡിനകത്തിരിക്കുന്ന കണ്ടന്റിനെല്ലാം കൂടെ അപ്പർ കേസിലേക്ക് മാറ്റണമെങ്കിൽ കാറ്റ് കമ്പൈൻ ഡോട്ട് TXT ഇതിൻ്റെ കണ്ടന്റിനെ
അപ്പർ കേസിലേക്ക് മാറ്റണം. അത് ടി ആർ എന്നുള്ള ഓപ്ഷനാണ്. ടി ആർ എ ടു ഇസഡ്, സ്മോൾ ലെറ്റർ എ ടു ഇസഡിന് ക്യാപിറ്റൽ ലെറ്റർ എ ടു ഇസഡ് എന്ന് കൊടുക്കുക. ദെൻ അതിന് അപ്പർ, പുതിയൊരു ഫയലിൻ്റെ പേരാണ് അപ്പർ ഡോട്ട് ടി എക്സ് ടി, ഇങ്ങനെ കൊടുത്തു. അപ്പോൾ ഈ കമ്പൈൻഡ് ഡോട്ട് ടി എക്സ് ടിയുടെ കണ്ടന്റിലെ ലോവർ കേസ് ലെറ്റേഴ്സ് മൊത്തം അപ്പർ കേസിലേക്ക് മാറ്റി അപ്പർ ഡോട്ട് ടി എക്സ് ടി എന്നാണ് പുതിയ ഫയലിലേക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇനി ആ ഫയലിലെ കണ്ടന്റ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ അപ്പർ ഡോട്ട് ടി എക്സ് ടി അടിച്ച് കഴിഞ്ഞാൽ എല്ലാം അപ്പർ കേസിലേക്ക് മാറ്റും. ഇനി ഇതിനെ തിരിച്ച് ലോവർ കേസിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ സെയിം കമാൻഡ് തന്നെയാണ്. സെയിം കമാൻഡിനെ ഈ ഏത് ഫയലിനകത്തിരിക്കുന്നതാണ് എനിക്ക് ലോവർ, അപ്പറിനെ എനിക്ക് ലോവറിലേക്ക് മാറ്റാം. അപ്പർ കേസിന് ക്യാപിറ്റൽ ലെറ്റർ എ ടു ഇസഡിന് സ്മോൾ ലെറ്റർ എ ടു ഇസഡ് ആക്കി മാറ്റണം. എന്നിട്ട് അതിൻ്റെ പുതിയൊരു പേര് ലോവർ എന്നുള്ള പേര് കൊടുക്കും. ഇനി ക്യാറ്റ് ലോവർ എടുത്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ, ഇതെല്ലാം ലോവർ. നേരത്തെ ഇവിടെ ഈ കമ്പൈൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇതെല്ലാം നള്ളൊക്കെ ക്യാപിറ്റലായിരുന്നു, അതെല്ലാം ലോവറിലേക്ക് പോയി. കംപ്ലീറ്റ് ആൽഫബറ്റ് ലോവറിലേക്ക് പോയി. അപ്പോൾ ഇങ്ങനെയാണ് ക്യാറ്റിലെ അപ്പർ കേസിൽ നിന്ന് ലോവർ കേസിലേക്കും ലോവർ കേസിൽ നിന്ന് അപ്പർ കേസിലേക്കും നമ്മൾ മാറ്റും. അടുത്ത കമാൻഡ് സി പി. ഇതെന്ന് പറഞ്ഞാൽ കോപ്പിയാണ്. ഒരു ഫയലിൻ്റെ കോപ്പി വേറൊരു ലൊക്കേഷനിലോട്ട് അല്ലെങ്കിൽ വേറൊരു പുതിയൊരു പേരിലേക്ക് നമ്മൾ മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സി പി എന്നുള്ള കമാൻഡ്. എം വി കമാൻഡ് എന്ന് പറഞ്ഞാൽ ഒരു ഫയലിനെ ഫുള്ളി ട്രാൻസ്ഫർ ചെയ്താണ്, ഒരു ലൊക്കേഷനിൽ നിന്ന് വേറെ ലൊക്കേഷനിലേക്ക് കൊണ്ടിടുന്നതിനാണ് നമ്മൾ എം വി കമാൻഡ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇരിക്കുന്ന ലൊക്കേഷനിലും കാണും, അത് പിന്നെ പറയുന്ന പുതിയ ലൊക്കേഷനിൽ അതിൻ്റെ ഒരു കോപ്പിയും കാണും. അതാണ് നമ്മൾ സി പി എന്നുള്ള കമാൻഡ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ സിൻടാക്സ് ഇതാണ്: സി പി സോഴ്സ് ഫയൽ നെയിം ദെൻ ഡെസ്റ്റിനേഷൻ ഫയൽ നെയിം. ഇപ്പോൾ നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇത്രയും ഫയൽ കിടപ്പുണ്ട്. ഇപ്പം ഞാൻ ഇതിനകത്ത് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത ലോവർ ഡോട്ട് ടി എക്സ് എന്ന് പറയുന്ന ഫയലിനെ എടുത്ത് ഞാൻ ഈ ടെസ്റ്റ് എന്നുള്ള ഫോൾഡറിനകത്ത് അതിൻ്റെ ഒരു കോപ്പി ഇടാൻ പോവുകയാണ്. അതിന് നമ്മൾ സി പി, നേരത്തെ എം വി ആണെങ്കിൽ ഇത് ഇവിടെ നിന്ന് പോവും, അവിടെ കാണുള്ളൂ. ഇതിവിടെയും കാണും, അതിനകത്ത് അതിൻ്റെ കോപ്പിയും കാണും. ഇപ്പം ഞാൻ സി പി സോഴ്സ് ഫയൽ എന്ന് പറഞ്ഞാൽ ലോവർ ഡോട്ട് ടി എക്സ്, അതിനെ ഞാൻ ടെസ്റ്റ് എന്ന് പറഞ്ഞ ഫോൾഡറിനുള്ളിലേക്ക് കൊണ്ടുവരും. ഇപ്പോൾ ഇവിടെ LS നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ലോവർ ഡോട്ട് ടി എക്സ് ഇവിടെ ഉണ്ട്. ഇനി ടെസ്റ്റിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ടെസ്റ്റ് ടെസ്റ്റ് എന്നുള്ള ഫോൾഡറിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെയും ലോവർ ഡോട്ട് ടി എക്സ് ഉണ്ട്. ഇനി കൂടാതെ ഈ ഫയൽ ഇതിൻ്റെ ഒരു കോപ്പി ഈ പ്രസൻറ്റ് ലൊക്കേഷനിലും കൂടെ വേണം എങ്കിൽ നമ്മൾ ആ സി പി എന്നുള്ള കമാൻഡ് തന്നെ ഉപയോഗിക്കാം. ഇവിടെ നമ്മൾ സോഴ്സ് ഫയലിൻ്റെ പേര് ദെൻ ഡെസ്റ്റിനേഷൻ സെയിം നെയിം വരാൻ പാടില്ല. ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ കോപ്പി സെയിം എക്സാക്ട് നെയിമിലാണ് തിരിച്ച് വേറെ ലൊക്കേഷനിലേക്ക് പോകുന്നത്. പക്ഷേ ഇവിടെ ഒരു ഫോൾഡറിനുള്ളിൽ ഒരേ പേരിൽ ഒരേ എക്സ്റ്റൻഷനിൽ ഒന്നിൽ കൂടുതൽ ഫയൽ വരാൻ പാടില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു കോപ്പി ഈ സെയിം ഫോൾഡറിൽ വേണമെങ്കിൽ നമ്മൾ സി പി ലോവർ ഡോട്ട് ടി അതിന് പുതിയൊരു പേരൂടെ കൊടുക്കുക, ലോവർ കോപ്പി ഡോട്ട് ടി എക്സ് ടി അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ലോവർ കോപ്പി ഡോട്ട് ടി എക്സ് ലോവർ ഡോട്ട് ടി എക്സ് രണ്ടിലും സെയിം കണ്ടന്റ് ആയിരിക്കും ഇരിക്കുന്നത്. ഇതിൻ്റെ കോപ്പിയാണ്. ഇതാണ് നമ്മൾ സി പി എന്നുള്ള കമാൻഡ് ചെയ്യുന്നത്. അടുത്ത കമാൻഡ് RM എന്നുള്ള കമാൻഡാണ്. ഇത് ഒരു ഫയൽ അല്ലെങ്കിൽ ഒരു ഫോൾഡർ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കമാൻഡാണ്. നമ്മൾ ഫോൾഡർ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് RMDIR എന്ന് പറയുന്ന കമാൻഡ് ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ ഫയലും ഫോൾഡറും നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കമാൻഡാണ് RM. അതിൻ്റെ സിൻടാക്സ് RM ദെൻ ഫയൽ നെയിം അല്ലെങ്കിൽ ഫോൾഡർ നെയിം കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്ക് ഇതിനകത്ത് ലോവർ കോപ്പി എന്ന് പറയുന്ന ടെക്സ്റ്റ് ഫയൽ ഞാൻ ക്രിയേറ്റ് ചെയ്യണം, ഡിലീറ്റ് ചെയ്യണം. അതിന് നമ്മൾ RM ലോവർ കോപ്പി ഡോട്ട് ടി കൊടുത്തു കഴിഞ്ഞാൽ ആ ഫയൽ ഡിലീറ്റ് ആയി. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇവിടെ ഇല്ല. അതുപോലെ ഒരു ഫോൾഡർ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ RM ദെൻ ഫോൾഡർ നെയിം കൊടുക്കണം.
എനിക്ക് ആ ടെസ്റ്റ് എന്നുള്ള ഫോൾഡർ ഡിലീറ്റ് ചെയ്യണം. പക്ഷെ ഇവിടെയും നേരത്തെ പോലെ കണ്ടീഷൻ ഉണ്ട്, ആ ഫോൾഡർ എം ടി ആയിരിക്കണം. അതൊരു ഫോൾഡറാണ്. ആ ഫോൾഡർ നമുക്ക് എം ടി ആണെങ്കിൽ മാത്രമേ അത് നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് എം ടി ആക്കി ഡിലീറ്റ് ചെയ്യുന്നതിന് പകരം ഇവിടെ നമ്മൾ ഒരു ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ ഫോൾഡർ വിത്ത് കണ്ടൻറ്റോടുകൂടി നമുക്ക് അതിനെ ഡിലീറ്റ് ചെയ്ത് കളയാൻ പറ്റും. നമ്മൾ -r ഫോൾഡർ നെയിം കൊടുത്തു കഴിഞ്ഞാൽ ആ ഫോൾഡർ ടെസ്റ്റ് എന്നുള്ള ഫോൾഡർ ഇങ്ങോട്ട് ഉണ്ടാവത്തില്ല, അത് ഡിലീറ്റ് ആയി പോയി കാണും. ഇതാണ് നമ്മൾ rm എന്നുള്ള കമാൻഡ്. അടുത്ത കമാൻഡ് ലൊക്കേറ്റ് ആണ്. നമുക്കൊരു ഫയലിൻ്റെ പേരറിയാം, പക്ഷെ അത് എവിടെയാണ് കിടക്കുന്നത് നമുക്കറിയത്തില്ല. അറിയത്തില്ലെങ്കിൽ ആ ഫയലിൻ്റെ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കമാൻഡാണ് ലൊക്കേറ്റ്. അതിൻ്റെ സിൻടാക്സ് ആണ് ലൊക്കേറ്റ് ദെൻ ഫയൽ നെയിം കൊടുക്കുക. ഇപ്പം ഞാനിവിടെ വന്നിട്ട് എനിക്കൊരു ഫയൽ നെയിം അറിയാം, shmread.c എന്നൊരു ഫയൽ ഇതിനകത്ത് എവിടെയോ ഉണ്ട്. അതെനിക്ക് കണ്ടുപിടിക്കണം. കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ലൊക്കേറ്റ് shmread.c കൊടുത്തു കഴിഞ്ഞ് ഇവിടെ ലൊക്കേഷൻ ആണ്. റൂട്ടിനകത്ത് OS ലാബിനകത്ത് ഇങ്ങനൊരു ഫയലുണ്ട്. ഞാനിപ്പോൾ ls OS ലാബ് നോക്കിക്കഴിഞ്ഞ് shmread.c ഇതിനകത്ത് കിടപ്പുണ്ട്. അങ്ങനെ ഒരു ഫയലിൻ്റെ ലൊക്കേഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലൊക്കേറ്റ് എന്ന് പറഞ്ഞ കമാൻഡ് ഉപയോഗിക്കുന്നത്. അടുത്ത കമാൻഡ് grep ആണ്. ഈ grep എന്ന് പറഞ്ഞാൽ ഒരു ഫയലിനകത്തുള്ള കണ്ടന്റിനുള്ളിൽ ഒരു പർട്ടിക്കുലർ സ്ട്രിങ് നമുക്ക് സെർച്ച് ചെയ്യണം. ആ സ്ട്രിങ് സെർച്ച് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കമാൻഡാണ് നമ്മൾ ഈ grep എന്ന് പറയുന്ന കമാൻഡ്. അപ്പോൾ ഈ grep കമാൻഡ് ഒരു ഫയലിനുള്ളിൽ, അപ്പോൾ ഇതിന് കണ്ടന്റ് നമുക്ക് പുറത്തെടുത്തെങ്കിൽ മാത്രമേ ഈ കണ്ടന്റ് ഇതിനകത്ത് ഉണ്ടോ എന്ന് അറിയാൻ പറ്റൂ. അപ്പോൾ നമ്മൾ ഒരു കണ്ടന്റ് നമുക്ക് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു കമാൻഡാണ് cat. ഈ cat എന്ന് പറഞ്ഞ കമാൻഡിൻ്റെ കൂടെ നമുക്ക് ഈ grep കമാൻഡ് കൊടുക്കാം. അടുത്തു കഴിഞ്ഞാൽ ഈ cat ചെയ്ത് വരുന്ന ഫയലിൻ്റെ ഔട്ട്പുട്ടിനുള്ളിൽ ഈ പറയുന്ന സ്ട്രിങ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ്. ഇപ്പം ഞാൻ cat host.c എന്നുള്ളൊരു ഫയൽ ഇതിനകത്തുണ്ട്. ഇതിൻ്റെ കമ്പൈൻ ചെയ്യാൻ ഒരു കമാൻഡിലൂടെ വേറൊരു കമാൻഡ് കമ്പൈൻ ചെയ്യാൻ വേണ്ടി പൈപ്പ് ക്യാരക്ടർ ഇടുക. പൈപ്പ് ക്യാരക്ടർ ഇട്ടിട്ട് grep. എനിക്ക് അതിനകത്തുള്ള ഒരു സ്ട്രിങ്, ഫോർ എക്സാമ്പിൾ ഞാൻ null എന്നുള്ളൊരു വേർഡ് അതിനകത്തുണ്ടോ എന്ന് സെർച്ച് ചെയ്യണം. host.cക്കകത്ത് null എന്നുള്ളൊരു വേർഡ് സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് cat ഫയൽ നെയിം ദെൻ പൈപ്പ് grep ദെൻ സെർച്ച് ചെയ്യേണ്ട സ്ട്രിങ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഫയലിനുള്ളിൽ ഈ പറയുന്ന രണ്ട് സ്റ്റേറ്റ്മെൻറ്റിനുള്ളിനകത്ത് ഈ null എന്ന് പറയുന്ന സ്ട്രിങ് ഉണ്ടെന്നാണ് എൻ്റെ അർത്ഥം. അപ്പം ഞാൻ cat host.c കൊടുത്തു കഴിഞ്ഞ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ if host entry എന്ന് ഹോസ്റ്റ് എൻട്രി ഇവിടെ ഒരു null ഉണ്ട്. അത് കഴിഞ്ഞ് if null, അതാണ് if null IP ബഫർ. ഇങ്ങനെ ഒരു ഫയലിൻ്റെ കണ്ടന്റിനുള്ളിൽ നമുക്കൊരു പർട്ടിക്കുലർ സ്ട്രിങ് സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കമാൻഡാണ് grep എന്നുള്ള കമാൻഡ്. അപ്പോൾ ഇത് ഫയലിൻ്റെ കണ്ടന്റ് എടുത്തെങ്കിൽ മാത്രമേ അതിൻ്റെ കൂടെ ഈ കണ്ടന്റ് നമുക്ക് സെർച്ച് ചെയ്യാം. ചുമ്മാ grep കൊടുക്കാൻ പറ്റത്തില്ല. ഒരു ഫയലിൻ്റെ കണ്ടന്റ് എടുത്ത് കൊണ്ടുവരുന്ന ഒരു കമാൻഡ് കൊണ്ടുവരണം. അതിൻ്റെ ഔട്ട്പുട്ടിൻ്റെ കൂടെയാണ് നമ്മളിത് കമ്പൈൻ ചെയ്ത് ഈ grep കമാൻഡ് വർക്ക് ചെയ്യുന്നത്. അടുത്ത കമാൻഡ് head ആണ്. ഇത് ഒരു ഫയലിലെ ആദ്യ 10 ലൈൻസ് 10 ലൈൻസ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കമാൻഡാണ്. നമ്മൾ ഈ cat കൊടുക്കുന്നത് പോലെ, cat എന്ന് പറഞ്ഞാൽ ഫുള്ള് വരുന്നു. ഇവിടെ ഹെഡ് ഫയൽ നെയിം കൊടുത്തു കഴിഞ്ഞാൽ host.c കൊടുത്തു കഴിഞ്ഞാൽ ആദ്യ 10 ലൈൻസ് ആണ് ഇതിനകത്ത്. ഇത് എണ്ണി നോക്കി കഴിഞ്ഞാൽ 10 ലൈൻസ് കാണും. ആദ്യ 10 ലൈൻസ് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കണ്ടന്റ് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കമാൻഡാണ് ഹെഡ്. ഇത് 10 ലൈൻ മാത്രമല്ല, ഇതിൽ 10ൽ കുറവും 10ൽ കൂടുതലും നമുക്ക് ഉപയോഗിക്കാം. ഡീഫാൾട്ട് 10 ലൈൻസ് ആണ്. അപ്പോൾ 10ൽ കൂടുതലോ 10ൽ കുറവോ വേണമെങ്കിൽ നമ്മൾ ഇതിനകത്ത് ഓപ്ഷൻ -n കൊടുക്കും. -n ദെൻ നമ്പർ ഓഫ് ലൈൻസ്, എത്ര ലൈനാണ് നമുക്ക് വേണ്ടത്. 20 ലൈൻസ് വേണമെങ്കിൽ 20 നമ്പർ ഓഫ് ലൈൻസ് കൊടുക്കുക. ദെൻ ഫയലിൻ്റെ പേര് കൊടുക്കുക, host.c കൊടുത്തു കഴിഞ്ഞാൽ ആദ്യ 20 ലൈനാണ് വരുന്നത്. ഇനി എനിക്ക് 2 ലൈനോ വല്ലതും മതി എങ്കിൽ -n2 കൊടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ 2 ലൈനായിരിക്കും വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഫയലിനകത്തുള്ള ആദ്യത്തെ n നമ്പർ ഓഫ് ലൈൻസ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു കമാൻഡാണ് ഹെഡ്. അടുത്ത കമാൻഡ് ടെയിൽ. ഇത് നേരെ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആണ്. അതായത് ഇത് ഹെഡ് എന്ന് പറഞ്ഞാൽ ആദ്യ 10 ലൈൻസ് ആണെങ്കിൽ ടെയിൽ എന്ന് പറഞ്ഞാൽ അവസാനത്തെ 10 ലൈൻസ് ലിസ്റ്റ് ചെയ്യുന്ന കമാൻഡാണ്. ടെയിൽ
host dot c കൊടുത്തു കഴിഞ്ഞാൽ ലാസ്റ്റിലെ 10 ലൈൻസ് ആയിരിക്കും ഈ വന്നിരിക്കുന്നത്. അവിടെയും ഇതുപോലെ ഓപ്ഷൻ കൊടുക്കാൻ പറ്റും. നമുക്ക് n നമ്പർ ഓഫ് ലൈൻസ് വേണമെങ്കിൽ ഞാൻ ഒരു 30 ലൈൻസ് അവസാനത്തെ 30 ലൈൻസ് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കമാൻഡ് ടൈൽ. ഇതാണ് അവസാനത്തെ 30 ലൈൻസ് ഇതിനകത്ത് കണ്ടാൽ. അതുപോലെ എനിക്ക് അവസാനം 3 5 മതി എങ്കിൽ ആ n നമ്പർ ഓഫ് ലൈൻസ് ലാസ്റ്റ് n നമ്പർ ഓഫ് ലൈൻസ് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടെയിൽ എന്ന് പറയുന്ന കമാൻഡ് ഉപയോഗിക്കുന്നത്. അടുത്ത കമാൻഡ് ഡിഫ്. ഡിഫ് എന്ന് പറഞ്ഞാൽ ഡിഫറൻസിൻ്റെ ഷോർട്ട് ഫോം ആണ്. ഇത് രണ്ട് ഫയലുകളെ തമ്മിൽ ലൈൻ ബൈ ലൈൻ ആയിട്ട് കമ്പയർ ചെയ്യും. കമ്പയർ ചെയ്തിട്ട് അതിൻ്റെ ഡിഫറൻസ് ആ അനാലിസിസ് കഴിഞ്ഞിട്ട് അതിൻ്റെ ഏതൊക്കെ ലൈനിലാണ് ഡിഫറൻസ് ഉള്ളത് ആ ഡിഫറൻസ് ഉള്ള ലൈനുകൾ ആയിരിക്കും അതിൻ്റെ ഔട്ട്പുട്ടായിട്ട് വരുന്നത്. പരസ്പര വ്യത്യാസമുള്ള ലൈനുകൾ ഇതിൻ്റെ ഔട്ട്പുട്ടായിട്ട് വരും. ഇപ്പം ഞാൻ ഇതിനകത്ത് ഇവിടെ ഞാൻ രണ്ട് ഫയലുകളെ തമ്മിൽ കമ്പയർ ചെയ്യാൻ ഡിഫ് ഹോസ്റ്റ് ഡോട്ട് സി ദെൻ ന്യൂ വൺ ഡോട്ട് ടി എക്സ് ടി. ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്തിട്ട് അതിൻ്റെ ഡിഫറൻസ് ലൈൻസ് ഏതൊക്കെയാണെന്നുള്ളത് കാണിക്കുക. ഇതാണ് ഔട്ട്പുട്ട്. ഈ പറയുന്ന ലൈനുകളിലെല്ലാം ഡിഫറൻസ് ഉണ്ടെന്നാണ് ഇത് കാണിക്കുന്നത്. ഇതാണ് നമ്മൾ ഈ ഡിഫറൻസ് രണ്ട് ഫയൽ തമ്മിൽ കമ്പയർ ചെയ്തിട്ട് അതിൻ്റെ ഡിഫറൻസ് ഓഫ് ലൈൻസ് ഏതൊക്കെ ലൈൻസിൽ ഡിഫറൻസ് ഉണ്ടോ ആ ഡിഫറൻസ് ഓഫ് ലൈൻസ് എല്ലാം ഇതിനകത്ത് കാണിക്കും. അപ്പോൾ ഇതാണ് ഡിഫ് എന്ന് പറയുന്ന കമാൻഡ്. അടുത്ത കമാൻഡ് ഹിസ്റ്ററി. ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കമാൻഡ് ടെർമിനലിൽ ഇതുവരെ അടിച്ചിട്ടുള്ള ഏതൊക്കെ കമാൻഡുകളുണ്ട്, എന്തൊക്കെ കമാൻഡുകളാണ് നമ്മളിവിടെ കൊടുത്തത്, ആ കമാൻഡെല്ലാം നമുക്കൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹിസ്റ്ററി എന്ന് പറയുന്ന കമാൻഡ്. അത് സിൻടാക്സ് പറഞ്ഞില്ല, ചുമ്മാ ഹിസ്റ്ററി എന്ന് അടിച്ചാൽ മതി. ഇതുവരെ അടിച്ചിട്ടുള്ള കംപ്ലീറ്റ് കമാൻഡ് നമുക്കിവിടെ കാണാൻ പറ്റും. ഈ കമാൻഡിൻ്റെ ടെർമിനലിൽ കൊടുത്തിരിക്കുന്ന ഈ ടെർമിനലിൽ നമ്മൾ അടിച്ചിരിക്കുന്ന നമ്മളിപ്പോൾ നിൽക്കുന്ന ടെർമിനലിൽ ഏത് യൂസറിലാണ് നിൽക്കുന്നത് ആ യൂസറിൽ ഓപ്പൺ ചെയ്തിരിക്കുന്ന ആ ടെർമിനലിൽ കൊടുത്തിരിക്കുന്ന കംപ്ലീറ്റ് കമാൻഡുകളുടെയും ഒരു ഹിസ്റ്ററിയാണ് ഈ കാണുന്നത്. ഇതാണ് ഹിസ്റ്ററി എന്ന് പറയുന്ന കമാൻഡ്. ഇതിന് ഔട്ട്പുട്ട് വേണമെങ്കിൽ നമ്മൾ ഹിസ്റ്ററി ഗ്രേറ്റർ ദാൻ ഒരു ഫയലിൻ്റെ പേര് കൊടുത്തു കഴിഞ്ഞാൽ ആ ഫയലിൽ ഇതിൻ്റെ ഔട്ട്പുട്ട് വരും. അപ്പോൾ നമുക്കതിന് ഫീച്ചർ റെഫറൻസിനോ എന്തെങ്കിലും വേണമെങ്കിൽ നമുക്ക് ഇതുവരെ ഉപയോഗിച്ച കമാൻഡുകൾ ഏതൊക്കെയാണെന്നുള്ളത് നമുക്കിത് സേവ് ചെയ്ത് വെക്കാൻ പറ്റും. അതാണ് നമ്മൾ ഹിസ്റ്ററി എന്ന് പറയുന്ന കമാൻഡ്. അടുത്ത കമാൻഡ് എക്കോ ആണ്. എക്കോ എന്ന് പറഞ്ഞാൽ നമുക്കൊരു സ്ട്രിങ് നമുക്ക് ഈ മോണിറ്ററിൽ ഡിസ്പ്ലേ ചെയ്യണം, കുറച്ച് ഡാറ്റ ഡിസ്പ്ലേ ചെയ്യണം. ആ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു കമാൻഡാണ് എക്കോ. നമ്മൾ ടെസ്റ്റ് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ആ മെസ്സേജ് അവിടെ അങ്ങ് പ്രിൻ്റ് ചെയ്യും, മോണിറ്ററിൽ പ്രിൻ്റ് ചെയ്യും. ഇത് ഇവിടെ പ്രിൻ്റ് ചെയ്യുന്ന കൂടെ നമുക്കൊരു ഫയലിനകത്തോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഗ്രേറ്റർ ദാൻ ഒരു ഫയലിൻ്റെ പേര് വേണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 4F ഉള്ളൊരു ഫയലിൻ്റെ പേര് കൊടുത്തു. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് നേരെ ആ ഫയലിനകത്തോട്ട് പോകുന്നത്. നമ്മൾ ഫയലിൻ്റെ കണ്ടന്റ് കാണിക്കാൻ വേണ്ടി നമ്മൾ കാറ്റ് ഫയൽ എടുത്തു കഴിഞ്ഞാൽ ടെസ്റ്റ് സ്ട്രിങ് എന്ന് പറയുന്നത് അതിനകത്തോട്ട് പോകും. അപ്പോൾ ഇതാണ് എക്കോ എന്ന് പറഞ്ഞ കമാൻഡ്. ഇനി ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ അതിനകത്തൊരു ഫയലുണ്ട്, ആ ഫയലിൻ്റെ കൂടെ കമ്പൈൻ ചെയ്ത് ആ ഫയലിനകത്തോട്ട് വീണ്ടും അപ്പൻഡ് ചെയ്ത് നമുക്ക് ഇതിനകത്ത് ഈ പുതിയൊരു കണ്ടന്റ് കൂടെ കയറ്റണം. അത് വേണ്ടിയിട്ട് നമ്മൾ ഈ എക്കോ കമാൻഡ് ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഹോസ്റ്റ് ഡോട്ട് സി എന്നൊരു ഫയലുണ്ട്, അതിൻ്റെ കണ്ടന്റും കൂടെ എടുത്ത് ഈ FFനകത്തോട്ട് നിലവിലെ കണ്ടന്റും കൂടെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിങ്ങനെ എക്കോ ഹോസ്റ്റ് ഡോട്ട് സി രണ്ട് ഗ്രേറ്റർ ദാൻ ദെൻ ഫയലിൻ്റെ പേര് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ കാറ്റ് FF. അപ്പോൾ ഇവിടെ നടന്നിരിക്കുന്നത് നമ്മൾ ഹോസ്റ്റ് ഡോട്ട് സി എന്ന് പറഞ്ഞ സ്ട്രിങ് ആണ് അവിടെ പോയത്. അപ്പം ശരിക്കും വേണ്ടതെന്ന് പറഞ്ഞാൽ ആ ഫയലിൻ്റെ കണ്ടന്റാണ് നമുക്കവിടെ
ഇൻസർട്ട് അപ്പൻഡ് ചെയ്ത് കൊണ്ടുവരേണ്ടത്. ഈ ഫയലിൻ്റെ കണ്ടന്റ് കൂടെ അപ്പൻഡ് ചെയ്യാൻ വേണ്ടി ഫയലിൻ്റെ കണ്ടന്റ് നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നു. കാറ്റ് host ഡോട്ട് സി then double greater than ff. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഹോസ്റ്റ് ഡോട്ട് സിയുടെ കണ്ടന്റ് നിലവിലെ FFF എന്നുള്ള കണ്ടന്റിൻ്റെ കൂടെ അപ്പൻഡ് ചെയ്തായിരിക്കും വരുന്നത്. നമ്മൾ കാറ്റ് FFF കൊടുത്തു കഴിഞ്ഞാൽ ഇത് രണ്ടും അതിനകത്ത് ആദ്യം ഉണ്ടായിരുന്നു, അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് വന്നതാണ് ഇത്. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് വീണ്ടും ഇതിൻ്റെ എൻഡിലോട്ട് വേറെ എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ വീണ്ടും നമ്മൾ എക്കോ എൻഡ് ഓഫ് ഫയൽ FFF കാറ്റ് FFF എൻഡ് ഓഫ് ഫയൽ എന്ന് പറഞ്ഞ ഇതിൻ്റെ ലാസ്റ്റിൽ വന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ഫയലിനകത്തോട്ട് വീണ്ടും അപ്പൻഡ് ചെയ്ത് പുതിയ പുതിയ ഡാറ്റ അല്ലെങ്കിൽ സ്ട്രിങ് നമുക്ക് ആഡ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അടുത്ത കമാൻഡ് wget ആണ്. ഈ wget എന്ന് പറയുന്നത് നമുക്കൊരു ഇൻ്റർനെറ്റിൽ നിന്ന് ഒരു ഫയൽ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് കൊണ്ടുവരണം. നോർമലി നമ്മൾ ബ്രൗസറിൽ പോയി ഗൂഗിൾ ചെയ്തിട്ട് ഒരു ഫയൽ നമ്മൾ സെർച്ച് ചെയ്തിട്ട് നമ്മളവിടെ ഡൗൺലോഡ് ബട്ടൺ അവിടെ നിന്ന് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യുക. ആ ഫയലിനെ ഏതെങ്കിലും രീതിയിൽ അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യും. ആ ഡൗൺലോഡ് ചെയ്യുന്നത് നമുക്കിവിടെ കമാൻഡ് വഴി ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ wget എന്നുള്ള കമാൻഡ് ഉപയോഗിക്കുന്നത്. ഇവിടെ നമ്മൾ പക്ഷേ നമുക്ക് ഡൗൺലോഡ് ചെയ്യേണ്ട ഫയലിൻ്റെ ലൊക്കേഷൻ നമുക്ക് ആ ഡൗൺലോഡ് ലിങ്ക് നമുക്ക് വേണം. എങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനെ ഒരു ഫയൽ wget എന്നുള്ള കമാൻഡ് വെച്ച് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റൂ. അതിൻ്റെ സിൻടാക്സ് wget ദെൻ ഡൗൺലോഡ് ലിങ്ക് അഡ്രസ്സ് ഇതാണ് കൊടുക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഒരു ഡൗൺലോഡ് ലിങ്ക് ഇവിടെ നമ്മൾ എടുത്തു, ഗൂഗിൾ ചെയ്തിട്ട് എടുത്തതാണ്. ഈ ലിങ്ക് ഞാനിവിടെ wgetൻ്റെ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ ആ ഫയൽ ഡൗൺലോഡ് ചെയ്തു. ഡമ്മി pdf_2.pdf എന്നുള്ള ഫയലാണ്. ഈ ഫയൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും. ഇത് ഇങ്ങനെയാണ് നമ്മളൊരു നെറ്റിൽ നിന്ന് ഒരു ഫയൽ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് കമാൻഡ് വഴി ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ wget എന്നുള്ള കമാൻഡ് നമുക്ക് ഉപയോഗിക്കാം. അടുത്തൊരു ലാസ്റ്റിലെ കമാൻഡാണ് ps എന്നുള്ള പ്രോസസ്സ്. ഇപ്പം ഈ ടെർമിനലിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്സുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് കാണാൻ വേണ്ടി ps എന്നുള്ള കമാൻഡ് ജസ്റ്റ് ps ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് ഇതിനകത്ത് റൺ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഇത് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന നിലവിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാംസ്, ഈ കമാൻഡുകൾ ഏതൊക്കെ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ആദ്യം ബാഷ്, ദെൻ കാറ്റ്, ദെൻ ps എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ലാസ്റ്റിൽ അടിച്ചൊരു കമാൻഡ്, ആ കമാൻഡാണ്. ഇതിൽ ആദ്യം നോക്കിക്കഴിഞ്ഞാൽ PID എന്ന് പറഞ്ഞാൽ പ്രോസസ് ID. ഓരോ പ്രോസസ്സിനും ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഓരോ ID കൊടുക്കും. ദെൻ അത് ഏത് ടെർമിനലാണ് കിടക്കുന്നത് ആ ടെർമിനൽ PTS_0 എന്നാണ്. ദെൻ അത് റൺ ചെയ്ത സമയം അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഡ്യൂറേഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ നിലവിലെ പ്രോസസ്സുകളുടെ ലിസ്റ്റാണ് അതിൻ്റെ PS- ഓപ്ഷൻ ഒരു F ഉണ്ട്. ഈ ഓപ്ഷൻ F കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഡീറ്റെയിൽ ഇൻഫർമേഷൻ ഏത് യൂസറിൽ നിന്നാണ് റൺ ചെയ്തിരിക്കുന്നത്, പ്രോസസ് ID. ഇതിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ പ്രോസസ്സിനും ഒരേ ID നമ്പറാണ്. ഇത് മാത്രം മാറും, കാരണം നമ്മൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്സ് ആ സമയത്ത് ക്രിയേറ്റ് ചെയ്യുന്നു, അതിനൊരു ID കിട്ടുന്നു, ആ ID വെച്ചിട്ടാണ് റൺ. ബാക്കി രണ്ടും പഴയ ID തന്നെയാണ്. അത് നിലവിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്സുകളാണ്. കാരണം ഈ ടെർമിനലാണ് ബാഷ് എന്ന് പറയുന്നത്. ഈ ടെർമിനലിലെ പേരാണ് ഈ ബാഷ്. അത് നമ്മൾ ക്ലോസ് ചെയ്യുന്നത് വരെ അതിൻ്റെ ID 455 പിന്നെ അതിനകത്ത് കാറ്റ് എന്നുള്ള കമാൻഡ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ കമാൻഡിൻ്റെ പേരും ID-യും 15854 ഇതാണ് അതിൻ്റെ ID. അതിൻ്റെ പാരന്റ് ഇത് ഏത് പ്രോസസ്സിൽ നിന്നാണ് കോൾ ചെയ്തിരിക്കുന്നത് ആ പ്രോസസ്സിൻ്റെ ID-യാണ് പാരന്റ് പ്രോസസ് ID എന്നാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇത് ഈ 455 എന്നുള്ള പ്രോസസ്സ് കോൾ ചെയ്തിരിക്കുന്നത് 453 എന്നുള്ള പ്രോസസ്സിൽ നിന്നാണ്. അതെപ്പോഴും ഈ നമ്പറിനേക്കാൾ താഴത്തെ നമ്പർ ആയിരിക്കും ഇത്, ഒരിക്കലും ഹയസ്റ്റ് നമ്പർ വരത്തില്ല. കാരണം പാരന്റ് പ്രോസസ്സ് അതിന് മുന്നേ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്സാണ്. ആ പ്രോസസ്സിൽ നിന്ന് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന പിന്നെ ഒരു പ്രോസസ്സാണ് ഈ കാണുന്നത്. ഇതിനെ നമ്മൾ ചൈൽഡ് പ്രോസസ്സ് എന്ന് പറയും, ഇതിനെ പാരന്റ് പ്രോസസ്സ്. ഈ പ്രോസസ്സിന്റെ ID-യേക്കാൾ ചെറിയൊരു നമ്പർ ആയിരിക്കും ഇത്. ഈ നമ്പർ ഈ പ്രോസസ്സിൽ നിന്നാണ് ഈ പ്രോസസ്സിനെ കോൾ ചെയ്തിരിക്കുന്നത്, ആ പ്രോസസ്സിൽ നിന്നാണ് ഇതിനെ കോൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് പ്രോസസ്സുകൾ, അതായത് കാറ്റും PS-ഉം കോൾ ചെയ്തിരിക്കുന്നത് 455 എന്ന് പറയുന്ന പ്രോസസ്സ്, അതായത് ബാഷിൽ നിന്നാണ് കോൾ ചെയ്തിരിക്കുന്നത്.
പിന്നെ അതിൻ്റെ സ്റ്റാർട്ട് ടൈം, അത് ഏത് ടെർമിനലാണ് ടെർമി ടെർമിനലിൽ നിന്ന് റൺ ചെയ്തിരിക്കുന്നത്, അത് ഏത് CPU കോറിൽ നിന്നാണ് റൺ ചെയ്തിരിക്കുന്നത്, അതിൻ്റെ ടൈം, എക്സിക്യൂട്ട് ചെയ്യാനെടുത്ത ടൈം, പിന്നെ ഇത് കമാൻഡ്. ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഈ PS എന്ന് പറഞ്ഞ കമാൻഡിൽ ചെയ്യുന്നത്. ഈ കമാൻഡ് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഇത് അടുത്ത ലാബ് സൈക്കിളിൽ ചെയ്യും. അപ്പോൾ ഇത്രയുമാണ് ഈ ഫസ്റ്റ് ലാബ് സൈക്കിളിൽ നമുക്ക് ബേസിക് ലിനക്സ് കമാൻഡിൽ ചെയ്യാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ലാബ് എക്സ്പെരിമെൻറ്റുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.